യദ്ദർശനം നിഖിലദുഃഖഹരം പവിത്രം യത്പാദപങ്കജരജാം സഖനാശകാനി ധാത്രീ പുമർത്തനിജയസ്യ ച യത്കൃപാ ശ്രീനാരായണം മുനിവരം തമഹം നമാമി. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ധർമ്മസംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീമദ് ശുഭാനന്ദ സ്വാമികൾ, ഖജാൻജി ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സന്യാസി സഹോദരന്മാർ, നമ്മുടെ പ്രിയപ്പെട്ട നെയ്യാറ്റിൻകര MLA ശ്രീ അൻസലൻ അവർ, പാഠശാല MLA ശ്രീ കെ ഹരീന്ദ്രൻ അവർ, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ബിനു അവർ, നമ്മളുടെ പ്രിയപ്പെട്ട കാട്ടാക്കട MLA ശ്രീ IB സതീഷ് അവർ, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ അവർ, SNDP നെയ്യാറ്റിൻകര SNDP യൂണിയൻ സെക്രട്ടറി ശ്രീ ആവണി ശ്രീകണ്ഠൻ അവർ, CPM-ൻ്റെ ഏരിയ സെക്രട്ടറി ശ്രീ ശ്രീകുമാർ അവർ, ബാലൻ എന്ന് പറഞ്ഞ് കേട്ട് അതാണ് ഓർക്കുന്നത്. മറ്റ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഗുരുദേവ വിശ്വാസികളെ, ഈ അതിഥി മന്ദിരത്തിന് വേണ്ടി സംഭാവന ചെയ്ത ഇതിൻ്റെ സ്പോൺസർമാർ, നാട്ടുകാരെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. വളരെ അധികം സന്തോഷമുണ്ട്. ഒരുപക്ഷെ അരിയപ്പുറത്തിൻ്റെ ചരിത്രത്തിൽ ഭൗതികമായി ഇങ്ങനെ ഒരു വികസനം 100 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ്. 2007 അന്നത്തെ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശ്രീമദ് ഋതംബരാനന്ദ സ്വാമികളും ശാരദാനന്ദ സ്വാമികളും കൂടി എന്നെ ഇവിടെ ചാർജ് ഏൽപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. അതൊരു 18ാമത്തെ വർഷം. ഈ കഴിഞ്ഞ 18 വർഷങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഭൗതികമായും ആത്മീയമായും ഒക്കെ അരിയപ്പുറത്ത് സംഭവിച്ചു. ഒരുപാട് തിക്ത അനുഭവങ്ങൾ ഉണ്ട്. അത് ഒന്നും ഇപ്പോൾ പറയുവാനുള്ള ഒരു സാഹചര്യമല്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് അപവാദ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ഈ ഒരു സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പലർക്കും സത്യം അറിയില്ല. അരിയപ്പുറം മഠത്തിൽ ഇന്ന് വരുമ്പോൾ കാണുന്ന ഐശ്വര്യവും അഭിവൃദ്ധിയും, ഇവിടെ പൂർവികരായിട്ടുള്ള ഒരുപാട് സന്യാസി ശ്രേഷ്ഠന്മാരുടെ കണ്ണുനീര് വീണിട്ടുള്ള സ്ഥലം കൂടിയാണ്. അങ്ങനെ സന്യാസിമാരെ അവരുടെ കണ്ണുനീര് വീഴ്ത്തിക്കൊണ്ടുള്ള ഏതാനും ചില വ്യക്തികളുടെ പ്രവർത്തനം മൂലം നാടിന്, അതേപോലെ തന്നെ പ്രസ്ഥാനത്തിന്, ശിവഗിരി മഠത്തിന്, ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് ഒക്കെ ഉണ്ടാകുന്ന ദുരന്തം, അത് നമ്മൾക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒന്നല്ല. കഴിഞ്ഞ ദിവസം ഒരു ജഡ്ജി എന്നെ ഫോണിൽ വിളിച്ച് പറയുകയായിരുന്നു, ഇപ്പോൾ അദ്ദേഹം അരിയപ്പുറംകാരനാണ്, ഇപ്പോൾ അരിയപ്പുറംകാരനാണെന്ന് പറയാൻ ഒരു വൈഷമ്യം ഉണ്ട് സ്വാമി എന്ന് പറയാം. കാരണം അത്രമാത്രം
ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ അരുവിപ്പുറം മഠത്തിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 136 വർഷമായി, അതായത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ അരുവിപ്പുറത്ത് തപസ് ചെയ്യാൻ വന്ന കാലം മുതൽ, പ്രതിഷ്ഠ നടത്തിയ അന്ന് മുതൽ ക്ഷേത്രം തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ആറാട്ടുകോട് വരെയുള്ള സ്ഥലം ഗുരുവിൻ്റെ പേരിലാണ്. ഇവിടെ സീനിയേഴ്സായിട്ടുള്ള നാട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് കുമാരനാശാന് ചെമ്പുപ്പട്ടയും കിട്ടിയ സ്ഥലമാണ്. പക്ഷെ നമ്മൾക്ക് അതിൻ്റെ രേഖകളൊന്നുമില്ല. ഗവൺമെൻറ് നിയമപ്രകാരം 40 വർഷം ഒരു ഭൂമി കൈവശമിരുന്നാൽ അത് അവർക്ക് പതിച്ചു കൊടുക്കണമെന്നൊരു നിയമമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇടയിലുള്ള ഒരാൾ, അരുവിപ്പുറംകാർ, ഞാനിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ വീടുകളിലും കയറിയിരുന്നു. അവർക്കെല്ലാം ഭയങ്കരമായ സന്തോഷം. അവർ പറയുന്നത്, ഞങ്ങളുടെ കാലത്തെങ്കിലും ഇത്രയും ഒന്ന് കാണാൻ സാധിച്ചല്ലോ സ്വാമി എന്നാണ്. അത്രമാത്രം വികാരം കൊണ്ട് അവർ സംസാരിക്കുകയാണ്, ഹൃദയം കൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോഴാണ് ഭഗവാന്റെ ഭൂമി പുറമ്പോക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളിലുണ്ടാവുന്ന ചില ആളുകൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ശിവഗിരി മഠത്തിൻ്റെ ബോർഡിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് ഭഗവാന്റെ സ്ഥലത്ത് നിന്ന് മരം മുറിച്ചത്. ഭഗവാന്റെ പ്രധാനപ്പെട്ട ശിഷ്യൻ ഭൈരവൻ സ്വാമികളുടെ സമാധി സ്ഥലം ഇരിക്കുന്നത് ഈ നദീതീരത്താണ്. ഗവൺമെൻറ് റീറ്റെയിനിങ് വാൾ കെട്ടി സംരക്ഷിച്ചു തന്നിട്ടുണ്ട്. അതിനോട് ചേർന്നാണ് രാജീവ് ഗാന്ധി 100-ാം വർഷം ഇവിടെ ആഘോഷിക്കാൻ വേണ്ടി വന്നപ്പോൾ റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓല കൊണ്ട് ഒരു കെട്ടിടം അവിടെ കെട്ടിയിരുന്നു. ആ കെട്ടിടത്തിന് കെട്ടിട നമ്പറുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് പബ്ലിക് ലാട്രിൻ പണിതിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ട് അപ്പുറത്താണ് ഗുഹ, ഗുരു തപസ് ചെയ്ത ഗുഹ, അതിനോട് ചേർന്ന ഒരു ഗുരുമന്ദിരം, അതിന് ചേർന്ന ഒരു കെട്ടിടം. ഇതൊക്കെ ഇവിടെ ഉണ്ട്. അന്ന് തുടങ്ങി ഇന്ന് വരെ അവിടെ പൂജയും പ്രാർത്ഥനയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു സുപ്രഭാതത്തിൽ ഇവിടുത്തെ വികസനങ്ങൾ കണ്ടപ്പോൾ അത് ദഹിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ആ ഭൂമി പുറമ്പോക്കാണെന്നും അതിൽ നിൽക്കുന്ന മരങ്ങൾ ഗവൺമെൻറ്റിൻ്റെയാണെന്നും ഒരു പുതിയ കണ്ടുപിടുത്തം. അപ്പോൾ ധർമ്മസംഘം ട്രസ്റ്റ് ബോർഡിൽ സാന്ദ്രായൺ സ്വാമി, അരുവിപ്പുറം മഠം സെക്രട്ടറി കൊടുത്ത അപേക്ഷയിൻ പ്രകാരം, അവരുടെ അനുവാദ പ്രകാരമാണ് നമ്മൾ ഈ മരം മുറിച്ചത്. 6 മൂട് മരം മുറിച്ചു. 6 മൂട് മരമാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും പോയി കാണാവുന്നതാണ്, തൊട്ട് താഴെ തന്നെയാണ്. ഇതിൻ്റെ പുറകിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അതിശക്തമായ പ്രചരണം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയും കൂടി ഇരിപ്പുണ്ട്. അവർക്കൊക്കെ അറിയാവുന്നില്ല, എല്ലാ സന്യാസിമാർക്കും അറിയാം. പക്ഷെ അപ്പോൾ തന്നെ ചില ആളുകൾക്ക് സാന്ദ്രായൺ സ്വാമിനെ എപ്പോഴാണൊന്ന് അറസ്റ്റ് ചെയ്ത് കാണുന്നത് എന്ന് വിളിച്ച് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സാന്ദ്രായൺ സ്വാമിനെ ഒന്ന് അറസ്റ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ജീവിതം കൃതകൃത്യമായി എന്നുള്ളതാണ്, സാക്ഷാത്കാരം കിട്ടിയ പോലെയാണ്. അങ്ങനെയുള്ള വർത്തമാനങ്ങളും സഹോദരന്മാരിൽ നിന്നും ഭക്തന്മാരിൽ നിന്നും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം ഞാനിത് പറയാൻ കാരണം, ഇവിടെ ഇന്നിപ്പോൾ നമ്മൾ ഒരു അതിശയമെന്ന് പോലെ നമുക്ക് പറയാവുന്നതാണ്. ഈ കെട്ടിടം ഇരിക്കുന്ന ഇത് നമ്മൾ തറക്കല്ലിട്ടത് 2023 ഏപ്രിൽ 5-ാം തീയതിയാണ്. ഏപ്രിൽ 5-ാം തീയതി തറക്കല്ലിട്ട 1.5 വർഷം ആയിട്ടില്ല. ഇത്രയും ഫാസ്റ്റായിട്ട് ഈ ഒരു വർക്ക് ഇവിടെ തീരണമെങ്കിൽ മനുഷ്യരുടെ പ്രയത്നം കൊണ്ട് മാത്രം സാധ്യമല്ല. അപ്പം ഭഗവാന്റെ അദൃശ്യമായിട്ടുള്ള, ഭഗവാന്റെ നിത്യസാന്നിധ്യമുള്ള സ്ഥലമാണ്. നമ്മുടെ ചരിത്രത്തിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അതായത് ഭൈരവൻ സ്വാമികൾ താമസിച്ചിരുന്ന റൂം ഗുരുവിൻ്റെ റൂമിൻ്റെ തൊട്ടടുത്താണ്. ഗുരു സമാധിയായി എന്നുള്ള വിവരം കേട്ടപ്പോൾ അദ്ദേഹത്തിന് മാനസികമായ അത്രമാത്രം സംഘർഷമുണ്ടായി. ഇനി എന്തിന് ജീവിച്ചിരിക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ റൂമിലിരിക്കുമ്പോഴാണ് ഭഗവാന്റെ റൂമിൽ നിന്നൊരു അശരീരി കേൾക്കുന്നത്. നാം ഇവിടെ തന്നെ ഉണ്ടല്ലോ, നാം എങ്ങും പോയിട്ടില്ലല്ലോ.
ആ അശരീരി അത് ഒരുപക്ഷെ മറ്റെങ്ങും കേട്ടിട്ടില്ല, ഇവിടെ മാത്രമേ കേട്ടിട്ടുള്ളൂ. അങ്ങനെ പവിത്രമായിട്ടുള്ള ഭഗവാന്റെ നിത്യ സാന്നിധ്യമുള്ള ആ സങ്കേതത്തിൽ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ്, ആ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഇതിനെ തറക്കല്ലിടുമ്പോൾ 10 പൈസ കയ്യിലില്ല. അപ്പോൾ നമ്മുടെ ആദരണീയനായ നെയ്യാറ്റിൻകര യൂണിയൻ സെക്രട്ടറി ശ്രീ ആവണി ശ്രീകണ്ഠൻ, അദ്ദേഹമാണ് ഗുരുനിയോഗം പോലെ ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ട് അദ്ദേഹം മഠത്തിനെ ആ രീതിയിൽ സഹായിക്കുന്നു, ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം കേൾക്കാനുള്ള ഇനി പഴികളൊന്നുമില്ല, അതിന് മാത്രം കേൾക്കുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു നമുക്ക് തുടങ്ങാം. ശിവേരി മഠത്തിൻ്റെ ബോർഡിൽ ഇതിൻ്റെ അനുവാദം ചോദിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഈ തുടങ്ങുന്നത്. 14ഓളം ഭക്തന്മാർ ഓരോ റൂം അവർ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഒരു റൂമിന് 5 ലക്ഷം രൂപയാണ്. നിങ്ങൾക്കറിയാം, 5 ലക്ഷം രൂപ കൊണ്ട് 250 സ്ക്വയർ ഫീറ്റുള്ള ഒരു റൂം നമുക്ക് കെട്ടാൻ പറ്റത്തില്ല. പിന്നെ ഈ ഹാള് അത് ആവണി ശ്രീകണ്ഠൻ്റെ സംഭാവനയാണ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ മെഷീനറികൾ, അതുപോലെ ഏതെല്ലാം രീതിയിൽ എപ്പോഴൊക്കെയാണോ സഹായങ്ങൾ നമുക്കറിയില്ല, അതിശയമാണ്. പല ദിവസങ്ങളിലും പൈസ പണിക്കാർക്ക് കൊടുക്കാനുണ്ടാവാറില്ല. ഇതൊക്കെ ഇങ്ങനെ എങ്ങനെയോ നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കും ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. പക്ഷേ ഞാൻ ശിവയിൽ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ കോടികൾ അടിച്ചു മാറ്റിയതിൻ്റെ ഒരു വിഹിതം കൊണ്ടാണ് ഇത് പണിതതെന്നും ഇതിനിടയ്ക്ക് ശ്രുതി കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സന്യാസിമാരെല്ലാം വിളിച്ചപ്പോൾ ഒരു ശ്രുതി വന്നത്, അതൊക്കെ സാന്ദ്രായണ സ്വാമിയുടെ ഒരു ജാടയാണ്. സാന്ദ്രായണ സ്വാമിക്ക് എന്തിനാ ജാട കാണിക്കേണ്ട ആവശ്യം? ഇത് ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഞാനിതിനകത്തൊരു കാവൽക്കാരൻ മാത്രമാണ്. അതല്ലാതെ സാന്ദ്രായണ സ്വാമിക്ക് പ്രത്യേക യാതൊരു ക്രെഡിറ്റും ഇതിനകത്തില്ല. അപ്പോൾ ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ അംഗങ്ങൾക്ക് എല്ലാവർക്കും, അല്ലെങ്കിൽ ട്രസ്റ്റ് ബോർഡിന് ഒക്കെ, അവർക്കാണ് അതിൻ്റെ ആദ്യത്തെ ക്രെഡിറ്റ് പോകുന്നത്. രണ്ടാമത് അരിയപ്പുറം നിവാസികൾ, അവർ പുറത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ അരിയപ്പുറംകാരാണെന്ന് ചോദിക്കുമ്പോഴാണ് അവർക്കൊരു ഇത് വരുന്നത്, അവർക്കൊരു അഭിമാനമാണ്. അതേപോലെ ഭക്തന്മാർ, ദൂരദേശത്തു നിന്ന് വരുന്ന ഭക്തന്മാർക്ക് അന്തി ഉറങ്ങാൻ ഇവിടെ സ്ഥലമില്ല. തീർത്ഥാടകർ വരുമ്പോൾ അവർക്ക് കിടക്കാൻ സ്ഥലമില്ല. ആ ദുഃഖങ്ങളൊക്കെ കണ്ടിട്ടാണ് ഭക്തന്മാർ ഈ രീതിയിലേക്ക് നമുക്കൊരു ഷെൽട്ടർ വേണം. കോടിക്കണക്കിന് ശ്രീനാരായണ ഭക്തന്മാരുടെ, അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയൊക്കെ മൂലസ്ഥാനമാണ് അരുവിപ്പുറം. അപ്പോൾ ഈ അരുവിപ്പുറത്ത് ഇത്രയും വർഷങ്ങളായിട്ടും കയറിക്കിടക്കുവാൻ ഒരു സ്ഥലമില്ല. കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് അനുസരിച്ചൊരു 14 കോടി രൂപയുടെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. ആ സമയത്തും കൊടിതൂക്കിമലയിൽ യോഗാധ്യാന മണ്ഡപം പണിയാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഉണ്ടംപാറകൾ കുറച്ച് പൊട്ടിച്ചപ്പോൾ അതിനും എതിരായിട്ട് പരാതി പോയി. ആ സ്റ്റോപ്പ് ഹോം വന്ന് 1 വർഷം ഡിലേ ആയി. അത് പിന്നെ ഡിലേ ഒക്കെ മാറ്റി നമ്മൾ ജിയോളജിയിൽ പോയി പൈസ അടച്ചു കെട്ടി അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് അതിൻ്റെ പണി ഇപ്പോൾ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞ് പ്ലാസ്റ്ററിങ് തുടങ്ങി. കിച്ചൺ വർക്ക് അവർ ചെയ്തു തന്നു. ഇപ്പോൾ തൊട്ടടുത്തുള്ള ബിൽഡിംഗ് TFC, ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻറ്റർ, CCTV ക്യാമറ, ഇങ്ങനെ എല്ലാം ചേർത്തൊരു 14 കോടി രൂപയാണ്. അത് നമ്മുടെ കയ്യിലെ പണം വരില്ല. കാരണം ചിലർക്കൊരു ധാരണയുണ്ട്, ഈ പണമെല്ലാം സാന്ദ്രായണ സ്വാമിയുടെ കയ്യിൽ വന്നിട്ട് സ്വാമിയാണ് ചെലവഴിക്കുന്നത്. അപ്പോൾ ചുരുക്കം നിങ്ങൾക്കെങ്കിലും ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു പോയതാണ്. നമ്മുടെ MLA മാർക്ക് കുറച്ച് തിരക്കുണ്ട്, ജനപ്രതിനിധികളാണ്, എങ്കിൽ പോലും അവർ ഇവിടെ സ്വന്തം ആൾക്കാരാണ്. നമ്മുടെ CK ആണെങ്കിലും ശരി, IB സതീഷ് ആണെങ്കിലും ശരി, അതുപോലെ അൻസല, ഇവർക്കെല്ലാം പൾസ് അറിയാം. ഈ 3 MLA-മാർ നമ്മുടെ അരുവിപ്പുറം മഠത്തിൻ്റെ പ്രോപ്പർട്ടി 3 സ്ഥലത്ത് നമുക്കുണ്ട്. കടാകട നമുക്കുണ്ട്, ഇവിടെ 2, ഇത് 2-നും ബോർഡറാണ്. അപ്പോൾ അതുകൊണ്ട്, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇവർക്കെല്ലാവർക്കും ഇവിടെ നടക്കുന്ന എന്താണ് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇത്രമാത്രം ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലത്ത് വികസനങ്ങൾ വരണം. കേരള ഗവൺമെൻറ് നമുക്ക് 2.5 കോടി രൂപയുടെ സാംസ്കാരിക നിലയം അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ MLA-യുടെ താല്പര്യപ്രകാരം അതിൻ്റെ പുറകിൽ അവർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ ചില സാമ്പത്തികമായിട്ടുള്ള ചില ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് ഡിലേ ആണ്. ഇപ്പോൾ MLA കഴിഞ്ഞ ദിവസം പറയായിരുന്നു, 50 ലക്ഷം എൻ്റെ ഫണ്ടിൽ നിന്നിടാം, ബാക്കി നമുക്ക് സജി ചെറിയാൻ്റെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും നമുക്ക് ആ പണി പൂർത്തീകരിക്കണമെന്ന് അത്ര ആത്മാർത്ഥമായിട്ട്. അതുപോലെ MLA ആയി കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ കൊടിതൂക്കിയ മലയിലേക്കുള്ള റോഡ് ടാർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്നോട് പറഞ്ഞ സ്വാമി എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇത്രയും ഒരു സഹായം ചെയ്തു തന്നാൽ മതി. അങ്ങനെ ടാർ ചെയ്തു.
അപ്പം ഇങ്ങനെ അവരവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ ആൻസൽ MLA ആണെങ്കിൽ ഇവിടെ ഗുരുവിൻ്റെ ഗുഹയുടെ അടുത്ത് മുനിസിപ്പാലിറ്റിയുടെ ഇതിലാണ്, അവിടെ അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള കാര്യങ്ങൾ. ഈ ഗുഹയിലൊക്കെ വന്നിരുന്ന ആളുകൾ സ്മോൾ അടിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല. കൊടിതൂക്കി മലയിൽ വികസനം വന്നപ്പോൾ അതെന്തിനാണത് ചെയ്യുന്നത്? ഇവിടെ എന്തിനാണ് ഗസ്റ്റ് ഹൗസ്? ഇപ്പം എന്താ ആവശ്യം? ഞാൻ വരുന്നതിന് മുമ്പ് വരുന്നൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയിലെ ഒരു വ്യക്തി എന്നോട് പറയുകയായിരുന്നു, ആളിവിടെ ഉണ്ട്, സ്വാമിജി കരുണാകരൻ വന്നപ്പോൾ അദ്ദേഹത്തിന് മൂത്രമൊഴിക്കാൻ ഒരു സൗകര്യമില്ല. എന്തു ചെയ്യും? അദ്ദേഹം പ്രായമായിട്ടുള്ള ആളാണ്. എന്നാൽ നമ്മൾ ഈ കെട്ടിടത്തിൻ്റെ തൊട്ട് പുറകിൽ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ബാത്റൂമുണ്ട്. മുഖ്യമന്ത്രീനെ അവിടെ കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം പറയായിരുന്നു, ഈ മുറിയിൽ സെക്രട്ടറിയുടെ തൊട്ടടുത്ത റൂമിൽ ഒരു പാത്രം വെച്ച് കൊടുക്കേണ്ടി വന്നു എന്ന് പറയുന്നു. എന്തൊരു ഗതികേടാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് പുറത്ത് പറയാൻ പറ്റുമോ? അരിവിപ്പുറം ഇത്രമാത്രം ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. അവിടെ ഒരു പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ ഇവിടെ കമ്മിറ്റി വേണമെന്നാണ് പറയുന്നത്. കമ്മിറ്റി 120 വർഷം ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയിൽ ഉണ്ടായ അപകടങ്ങൾ ഇന്നും അറിയാം. അപ്പം ഇങ്ങനെയൊക്കെ കാരണം ആ കമ്മിറ്റി ഇരുന്ന സമയത്തും ഒരുപാട് പ്രശ്നങ്ങൾ. ഞാൻ പിരിവിന് വേണ്ടി തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ അവർ പറയുന്നത്, സ്വാമി ഞങ്ങൾ ഒരുപാട് പൈസ അരിപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്, അവിടെ ഒന്നും കാണാനില്ല. ഞാൻ വരുമ്പോൾ വടക്കേ കെട്ടിടം ചോർന്നൊലിക്കുകയാണ്. ഗുരുപൂജയ്ക്ക് ഇലയിട്ടുണ്ടെങ്കിൽ ആ ഇലയിൽ വെള്ളം വീഴും മഴ പെയ്താൽ. ഇവിടെ ഗുരുവിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലാണ് ഒരു ഹോമകുണ്ഡം കെട്ടിവെച്ചിരുന്നത്. അതിനകത്ത് രാത്രി പട്ടി കയറി കിടക്കും. അങ്ങനെ കുത്തഴിഞ്ഞ ഒരു രീതിയിൽ കിടന്ന ഒരു സ്ഥലത്തെ ഒരു പുണ്യസങ്കേതം എന്ന് ഓർക്കണം. ഞാൻ അതിൻ്റെ ചരിത്രം പറഞ്ഞു, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഒരു സങ്കേതത്തിന് ഇത്രയും വികസനം പോരാ. അപ്പോൾ വികസനങ്ങൾ ഇനിയും ഉണ്ടാകണം. വികസനങ്ങളില്ലെങ്കിൽ നമുക്ക് ഭൗതിക സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഗുരുവിൻ്റെ കൃതികളുടെ ക്ലാസ് നടത്തണം, അല്ലെങ്കിൽ കവിസമ്മേളനം നടത്തണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊക്കെ നമുക്ക് ഈ സ്ഥലം ഉപയോഗിക്കാം. എന്തിനുപയോഗിച്ചുകൂടാ? വരുന്ന ആളുകൾക്കൊന്ന് കയറിക്കിടക്കാൻ സ്ഥലം ആയി. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് ഈ 14 റൂമുകൾ നമുക്ക് തന്നപ്പോൾ അത് ഗുരുപാദ പത്മ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രസ്റ്റുണ്ട്. അവർ ഒരു റൂം സംഭാവന ചെയ്തു. അതേപോലെ സാഹിത്യ ശിരോമണി എം കെ ഗോവിന്ദൻ മകൻ ഡോക്ടർ വിജയരാഘവൻ, നിങ്ങൾക്കറിയാം, കാർഡിയോളജിസ്റ്റാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവർ രണ്ടുപേരും ഓരോ റൂം സംഭാവന ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിർമ്മല മോഹൻ ബോംബെയിലുള്ളതാണ്. അതുപോലെ ശ്രീമതി വത്സല PR ബോംബെ. തിരുവല്ലയിലുള്ള നമ്മുടെ ദിവാകരൻ ആൻഡ് മീനാക്ഷി ദിവാകരൻ, അവർ രണ്ടുപേരും ഓരോ റൂം. അതേപോലെ 6ാം ഉത്സവത്തിൻ്റെ അംഗങ്ങളാണ് ശ്രീമതി ലീല ആൻഡ് ലൈല, അവർ റൂം. അതുപോലെ TK സുരേന്ദ്രൻ SNDP യൂണിയൻ പുനലൂർ യൂണിയൻ്റെ പ്രസിഡൻ്റാണ്. അതുപോലെ മെഡിമിക്സിൻ്റെ MD AV അനൂപ്, ശ്രീ V കൃഷ്ണൻ ആൻഡ് PY ജയലേഖ വഴുതൂർ, നമ്മുടെ പെരുമ്പഴുതൂർ തന്നെയാണ്. പിന്നെ K വാസുദേവൻ നളിനി NV ഹൗസ് പ്രാവച്ചമ്പലം, അദ്ദേഹത്തിൻ്റെ മകൻ ഓസ്ട്രേലിയയിലാണ് ജോലി ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ പേരിലൊന്ന്. അതുപോലെ BKG ഹോൾഡിങ്സ് ബാബുരാജ് സാർ, അദ്ദേഹം ഒരു റൂം. അതുപോലെ ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ശ്രീനാരായണ കൾച്ചറൽ മിഷൻ അവരും തന്നു. പിന്നെ നമ്മളുടെ കേരള കൗമുദി രവി സാറിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് റൂം. ഇങ്ങനെ 14 റൂം ഓരോരുത്തരും 5 ലക്ഷം രൂപ വെച്ച് തന്നു. ഈ ഹാള്, നമ്മളിരിക്കുന്ന ഹാള് ആവണി ശ്രീകണ്ഠൻ അവരുടെ, അത് പ്രാർത്ഥനാ ഹാളാണ്. ഇനി ഒരു റൂം മുകളിലേക്ക് ഒരാൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഇവിടെ മെമ്പറായിരുന്ന ശ്രീ സുഗതൻ അവർകൾ, അദ്ദേഹം പെട്ടെന്ന് മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി ഇവിടെ നമ്മുടെ സ്കൂളിന് ചേർന്ന് കിടപ്പുണ്ട്. ആ ഭൂമി നമുക്ക് എഴുതി തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അതാണ്. അപ്പോൾ ഇങ്ങനെ സമഗ്രമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതാണ് സത്യം. ഞാൻ വന്നതിന് ശേഷം 1.5 ഏക്കറോളം ഭൂമി പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെ തൊട്ട് ചേർന്നിരുന്ന കട, ആ കട നമ്മൾ വാങ്ങിക്കുമ്പോൾ ധർമ്മസംഘം ട്രസ്റ്റിൽ ഞാൻ അവതരിപ്പിച്ചു. അപ്പോൾ ഒരു 25 ലക്ഷം രൂപ തരാനായിട്ട് ചോദിച്ചു. കാരണം മഠത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് എനിക്കറിയാം അവിടുത്തെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഇവരെല്ലാം പറഞ്ഞു അത്രയും പൈസ തരാനില്ല. നമുക്കതിന് മറ്റ് ബ്രാഞ്ചുകൾ, നിത്യവൃഷ്ടിക്ക് ബുദ്ധിമുട്ടുള്ള പല ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടേക്കൊക്കെ മാസം ഇത് അയക്കണം, അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും അവർ 10 ലക്ഷം രൂപ തന്നു.
ബാക്കി ഉള്ള പൈസ ഇവിടുന്ന് നമ്മൾ ഉണ്ടാക്കേണ്ടി വന്നു. അതിലൊരു 10 ലക്ഷം രൂപ കടമാണ് വാങ്ങിച്ചത്. ആ പൈസ ഇന്നും കടത്തിലാണ്. അതേപോലെ ഈ ബിൽഡിങ്ങിന് ഇനിയും കുറേ പൈസ കടം തീർക്കാനുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, ഇത്രയും വലിയൊരു ബിൽഡിങ് ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഈ പരിമിതമായിട്ടുള്ള പൈസ കൊണ്ട് നമുക്ക് നടക്കത്തില്ല. അപ്പം ഇങ്ങനെ എല്ലാ ബുദ്ധിമുട്ടുകളുടെയും അതുപോലെ വെളിയിലുള്ള അത്രയും സംഘർഷങ്ങളുടെയും ഇടയിൽ ഇതിങ്ങനെ ഈ രീതിയിലേക്ക് ആകണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യമല്ലാതെ ഒന്നുമില്ല. സാന്ദ്രാൻ സ്വാമിയുടെ ഒരു കഴിവ് ഇതിനകത്തില്ല. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മളൊരു ഉപകരണം മാത്രം, പൂർണ്ണമായിട്ടുള്ള സമർപ്പണം അത് മാത്രമാണുള്ളത്, കൈമുതൽ, വേറെ ഒന്നുമില്ല. അപ്പം ഇങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ നമുക്ക് സംസാരിക്കേണ്ട സമയമില്ല. കാരണം ഒരുപാട് ആരോപണങ്ങളല്ലാതെ ഉണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് 1-2 പറഞ്ഞു പറ്റും. കർക്കിടക വാവിന് ഇവിടെ ഭയങ്കരമായ പൈസ വരുന്നുണ്ട്. അതൊരിക്കലും നമ്മുടെ ശിവഗിരി പൊതുയോഗത്തിൽ ഒരു സ്വാമി സൂചിപ്പിക്കേണ്ടായി. അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വരുന്നത്, 1000കണക്കിന് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നത് 7000 ബലിയാണ്. ഒരു ബലിക്ക് 100 രൂപയാണ്. അപ്പോൾ അതിന് ഞാൻ വന്ന കാലത്ത് 15 രൂപയായിരുന്നു. അതിങ്ങനെ കൂടിയാണ് ഇപ്പോൾ 100 രൂപയിലായത്. അപ്പോൾ ഇത് ശിവഗിരി മഠത്തിൽ നിന്ന് അടിച്ചു തരുന്ന റെസീറ്റാണ്. ഇവിടെ കള്ളർ റെസീറ്റ് ഒന്നുമില്ല. കള്ളർ റെസീറ്റ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആരോപണം പറയുന്നവർ ആ റെസീറ്റ് ഒന്നുകിൽ ധർമ്മസംഘം ട്രസ്റ്റിനെ ഏൽപ്പിക്കുക, ഇത് കള്ളർ റെസീറ്റാണ്. ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ പ്രസ്സിൽ അടിച്ച് സീൽ ചെയ്ത് തരുന്ന സാധനം നമ്മളിവിടെ കൊടുക്കുന്നു. ആ പൈസ കൈകാര്യം ചെയ്യുന്ന ഞാനല്ല. അവിടെ നമ്മൾ കൗണ്ടറിൽ സഹായിക്കാൻ വേണ്ടി വരുന്ന ആളുകളാണ് അത് കൊടുത്ത് പൈസ വാങ്ങിച്ച് നമുക്ക് ടോട്ടലായിട്ട് തരുന്നു. അത് ബാങ്കിലേക്ക് പോകാം. തീർത്ഥാടനത്തിനും അങ്ങനെ തന്നെയാണ്. ശിവരാത്രിക്ക് മാത്രമാണ് നമ്മൾ പിരിക്കുന്നത്. ഞാൻ വന്ന ആ വർഷം തുടങ്ങി ഇന്ന് വരെ എല്ലാ പൈസയും കൃത്യമായി തന്നവരുടെ എല്ലാം റെസീറ്റ് ബുക്ക് അടിച്ച് കൊടുത്തിട്ടുണ്ട്, വരവ് ചെലവ് സ്റ്റേറ്റ്മെൻറ്റ്. അതിനു മുമ്പ് സീറോയിലും താഴെയാണ് ബാലൻസ്. കണക്കുകളില്ല. 2007 ഞാൻ വരുമ്പോൾ അന്നത്തെ ഉണ്ടായിരുന്ന കമ്മിറ്റി ഇതുവരെ കണക്ക് എന്നെ ഏൽപ്പിച്ചിട്ടില്ല, ധർമ്മസംഘം ട്രസ്റ്റിനെ ഏൽപ്പിച്ചിട്ടില്ല. ഇതാണ് വസ്തുത. അപ്പം ഇങ്ങനെ നിരുത്തരവാദപരമായിട്ട് കമ്മിറ്റിക്കാരായിട്ട് ഇരുന്നു കൊണ്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ധർമ്മസംഘം തീരുമാനിച്ചത് അങ്ങനെ കമ്മിറ്റി വേണ്ട. കമ്മിറ്റി ഇല്ലാതെ നമുക്ക് ഇത്രയും വികസനങ്ങൾ നടത്താൻ പറ്റി. ഈ നാട്ടുകാരായിട്ടുള്ള നല്ലവരായിട്ടുള്ള ആളുകൾ എന്നോട് ഒരുപാട് പറഞ്ഞു, സ്വാമി മറ്റുള്ളവർ ഇടപെടാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ നടക്കുന്നത്. അതേപോലെ നോട്ടീസ് കൊണ്ട് ഞാൻ ഈ വീടുകളിൽ ചെന്നപ്പോൾ അവർ പറയുന്നത്, ഞങ്ങളൊരു നോട്ടീസിന് വേണ്ടി, ശിവരാത്രി പ്രോഗ്രാമിന് നോട്ടീസിന് വേണ്ടി ഓഫീസിൽ പോയാൽ ഞങ്ങൾക്ക് തരില്ല, അവർ കമ്മിറ്റിക്കാർ തരില്ല. സ്വാമി ഇപ്പം ഞങ്ങളുടെ നടയിൽ കൊണ്ട് തരികയല്ലേ. അപ്പം ഇങ്ങനെ നാട്ടുകാരുടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മനസ്സ്, എത്ര ശുദ്ധ ആത്മാക്കൾ ആണ് ഇവിടെ ഉള്ളത്. അവർ നിശബ്ദരാണ്. കാരണം അവർക്കത് കൂടുതലൊന്നും പറയാനൊന്നുമില്ല. കാരണം ആരുടെ അടുത്താണ് പറയുന്നത്? ഒരു നോട്ടീസ് പോലും ചോദിച്ചാൽ തരില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് അവരൊക്കെ. എന്തായാലും എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ഞാൻ എൻ്റെയും മാത്രമല്ല ഇത് പറഞ്ഞത്, ശിവഗിരി മഠത്തിൻ്റെ മുൻപുള്ള സന്യാസിമാരുൾപ്പെടെ അനുഭവിച്ച ചില ദുഃഖങ്ങളുടെ ഒരു രത്നച്ചുരുക്കമാണ്. ഞാൻ വരുന്നതിന് മുമ്പ് ഒരു സ്വാമീനെ ഈ റൂമിൽ പൂട്ടിയിട്ട് താക്കോല് ശിവഗിരി കൊണ്ടു കൊടുത്തിട്ടുണ്ട്. കരുണാകര ഗുരുവിനെ അടി കൊടുത്ത് ഇവിടുന്ന് ഓടിച്ചിട്ടുണ്ട്. ഒരു സ്വാമിയുടെ പകുതി മുടിയും പകുതി താടിയൊക്കെ പഠിച്ച് ചെരുപ്പിട്ട് ഈ റോഡിലൂടെ നടത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ എന്തിനാണ് ഈ സന്യാസിമാരുടെ ശാപം വാങ്ങിച്ചു വെക്കുന്നത്? ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ബ്രാഞ്ചാണ് അരിയപ്പുറം മഠം. ധർമ്മസംഘത്തിൻ്റെ ബ്രാഞ്ചിൻ്റെ സെക്രട്ടറി ആയിട്ട് അവരും തീരുമാനിക്കുകയാണ്. ആ സെക്രട്ടറിനെ സഹായിക്കുക എന്നുള്ളതാണ് ഭക്തന്മാരുടെ ചുമതല. അതല്ലാതെ അവരെ കൊണ്ടുവന്ന് കാശുണ്ടാക്കുക, അവരെ തലയിൽ കയറി നിരങ്ങുക, അവരെ ശാപം മേടിച്ചു വെക്കുക, ഒരിക്കലും അത് നല്ല കാര്യമല്ല എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അധ്യക്ഷനായിട്ട് നമ്മുടെ ആദരണീയനായ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളാണ്. പ്രത്യേകിച്ച് സ്വാമിജിയെ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ശ്രീനാരായണ പ്രസ്ഥാനത്തിൽ ദിവ്യപ്രബോധന ധ്യാനത്തിലൂടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ ഈ ഗുരുവിലേക്ക് അടുപ്പിച്ച, അത്രമാത്രം പ്രാഗൽഭ്യം തെളിയിച്ച മഹത് വ്യക്തിയാണ് സച്ചിദാനന്ദ സ്വാമി. സ്വാമികളെ വളരെ ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഇവിടെ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീമതി ശുഭാകാന്ത് സ്വാമികൾ ഇവിടെയും മുൻപ് സേവ ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിലെ പൂജാരിയായിട്ടും അത് ഇവിടുത്തെ ആശ്രമത്തിൻ്റെയും ചെങ്കല്ലൂർ ആശ്രമത്തിലൊക്കെ
ബ്രഹ്മചാരിയായിരിക്കുമ്പോൾ സേവ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് സ്വാമിജിയെക്കുറിച്ചും കൂടുതൽ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സ്വാമിജിയെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ധർമ്മസംഘത്തിൻ്റെ ട്രഷറർ ശ്രീമദ് ശാരദാൻ സ്വാമികൾ ശിവഗിരിവനത്തിൻ്റെ ബ്രഹ്മവിദ്യാലയത്തിലെ ആചാര്യനും കൂടിയാണ്. അതേപോലെ പ്രസിൻ്റെയും മാസികയുടെയും ബുക്ക് സ്റ്റാളിൻ്റെയും ഒക്കെ ചാർജ് കൂടിയുണ്ട്. തൃപ്പൂണിത്തറ ആശ്രമത്തിൻ്റെ ചാർജും ഒക്കെ ഉണ്ട്. സ്വാമിജിയെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ മുൻ പ്രസിഡന്റ് ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ നേരം വൈകിയാണ് എത്തിയത്. സ്വാമിജി ഇവിടെ ഉണ്ട്. സ്വാമിജി ഇപ്പോൾ വലിയൊരു ടാസ്ക് ഏറ്റെടുത്തുകൊണ്ട് കായംകുളത്ത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഉപരിപഠനം നടത്തിയ ചേവണ്ണൂർ കളരി, അത് സ്വാമിജി പ്രസിഡന്റായിരുന്ന സമയത്താണ് അത് വാങ്ങിച്ചത്. നമ്മുടെ മുരളിയ മിൽക്ക് അവരാണ് അത് വാങ്ങി നമുക്ക് ഭഗവാൻ നൽകിയത്. അവിടെ ചാവടിയും അതുപോലെ തന്നെ തറവാടും ഒക്കെ പുനരുദ്ധരിച്ച് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലാണ്. സ്വാമിജിയെയും വളരെ ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ പ്രിയപ്പെട്ട MLA CK ഹരീന്ദ്രൻ അവർകൾ, ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഏത് കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ സാംസ്കാരിക നിലയം എത്രയും പെട്ടെന്ന് MLA നമുക്ക് പണിത് തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ആൻസലൻ MLA, നമ്മുടെ തൊട്ട് ഈ ഗുഹയൊക്കെ ഇരിക്കുന്നത് MLAയുടെ മണ്ഡലത്തിലാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഫണ്ടുകൾ, കാര്യങ്ങൾ, വികസനങ്ങൾക്ക് അദ്ദേഹം തയ്യാറാണ്. അദ്ദേഹത്തെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ IB സതീഷ് MLA അവർകൾ കാട്ടാക്കടയുടെ പുതിയ വികസനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യുവ MLA ആണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ സാധാരണ ആളുകളിലേക്ക് അത്ര എത്തിയിട്ടില്ല. അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ അവർകൾ, അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നെയ്യാറ്റിൻകര SNDP യൂണിയൻ സെക്രട്ടറി ശ്രീ ആവണി ശ്രീകണ്ഠൻ അവർകൾ, അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ബിനു അവർകൾ, അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ്, ഒരു 40 ലക്ഷം രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് നമ്മളവിടെ ലേഡീസിന് വേണ്ടി ഒരു ശുചിമുറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്കാണ്. അപ്പോൾ ആളുകൾക്ക് വരുമ്പോൾ താഴേക്ക് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശുചിമുറികളുടെ ഒരു അഭാവം എപ്പോഴും ഇവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും മഠത്തിൻ്റെ വികസനത്തോടൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ശ്രീകുമാർ അവർകൾ, ഒരു ഉത്സവത്തിൻ്റെ പ്രതിനിധി കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് പുതുതായിട്ട് അദ്ദേഹത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തെയും ഔപചാരികമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് സന്യാസി ശ്രേഷ്ഠന്മാർ, പൗരപ്രമുഖർ, നാട്ടുകാർ, അതുപോലെ എല്ലാവരെയും ഒറ്റവാക്കിൽ മീഡിയ, നമ്മുടെ കൗമുദി, അതുപോലെയുള്ള റിപ്പോർട്ടർ, പല ചാനലുകാരുണ്ട്, എല്ലാവർക്കും ഒറ്റവാക്കിൽ ഈ പുണ്യ മുഹൂർത്തത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അക്ഷീണക്രമമാർന്ന് വിലസിടും സംസാരചക്രത്തിനുള്ളക്ഷം പോലെയും ഏകവിശ്വനിലയ സ്തംഭോദയം പോലെയും അക്ഷീണം വിലസിടുമാതി ഭഗവാൻ നമ്മെ കടാക്ഷങ്ങളാൽ രക്ഷിക്കട്ടെ. അരുവിപ്പുറത്ത് അരുമയാർന്നിടുന്ന ദേവൻ ശിവൻ. ശ്രീനാരായണ കുടുംബാംഗങ്ങളായ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ മുൻ പ്രസിഡന്റ് ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ, സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശുഭങ്കാനന്ദ സ്വാമി, ട്രഷറർ ശാരദാനന്ദ സ്വാമി, ഈ ആശ്രമത്തിൻ്റെ സെക്രട്ടറി ശാന്താനന്ദ സ്വാമി, ശിവഗിരിയിലെ സീനിയർ സന്യാസിമാരിലൊരാളായ സൂക്ഷ്മാൻ സ്വാമി, മറ്റ്
സഹോദര സന്യാസിമാരെ, സ്നേഹാദരണീയരായ MLA-മാരെ, ആവണി ശ്രീകണ്ഠൻ അടക്കമുള്ള SNDP യോഗ നേതാക്കന്മാരെ, പ്രവർത്തകരെ, വിശിഷ്ട അതിഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും ആശംസാഭരിതമായ കൂപ്പുകൈകൾ. ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹിതമായ പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ച പുണ്യമെന്ന മണ്ണാണിത്. ലോക ചരിത്രത്തിൽ ആദ്യമായി ഏകതയുടെ സന്ദേശം ഇവിടെ നിന്നാണ് ഉയർന്നു കേട്ടത്. അമേരിക്കയിലെ ചിക്കാഗോയിൽ നിന്നുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ എൻ്റെ സഹോദരീ സഹോദരന്മാരെ എന്ന് സംബോധന ചെയ്യുന്നതിനും 5 വർഷം മുൻപ് 1888 ഇവിടെ നിന്നുമാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരു ഏകലോക ദർശനം ലോകത്തിന് പ്രവചനം ചെയ്തത്. അങ്ങനെ കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും ചരിത്രത്തിൽ മാത്രമല്ല, ലോക ചരിത്രത്തിൽ, ലോക ഭൂപടത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ അധ്യായം കുറിച്ചിട്ടുള്ള പുണ്യപ്രദേശമാണ് ഈ അരുവിപ്പുറം. ശ്രീകൃഷ്ണൻ, ശ്രീബുദ്ധൻ, യേശുക്രിസ്തു തുടങ്ങിയ ജഗദ്ഗുരുക്കന്മാരുടെ പരമ്പരയിൽ ആധുനിക ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത വിശ്വമഹാഗുരുവിൻ്റെ കർമ്മപ്രപഞ്ചത്തിന് അല്ലെങ്കിൽ അവതാരകൃത്യ നിർവഹണത്തിന് നാന്ദി കുറിച്ച മണ്ണാണ് അരുവിപ്പുറം. ഈ അരുവിപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ശിഷ്യോത്തമന്മാരായ ശിവലിംഗ സ്വാമികളും ഭൈരവൻ ശാന്തി സ്വാമികളും ചൈതന്യ സ്വാമികളും നിശ്ചലദാസ് സ്വാമികളും ഗൃഹസ്ഥ ശിഷ്യന്മാരായ ഡോക്ടർ പൽപ്പവും കുമാരനാശാനും പി പരമേശ്വരനും അതുപോലെ എത്രയെത്ര മഹാപുരുഷന്മാർ ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സർവാർപ്പണം ചെയ്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നാം ഓർക്കണം. ഗുരുദേവൻ്റെ മഹാസമാധിക്ക് ശേഷം ഈ മണ്ണിലെത്തി സേവനം ചെയ്ത ഗീതാനന്ദ സ്വാമികളെയും പ്രകാശാനന്ദ സ്വാമികളെയും അന്നുണ്ടായിരുന്ന കൈവല്യാനന്ദ സ്വാമികളെയും പിന്നീട് പവിത്രാനന്ദ സ്വാമി, ചിദാനന്ദ സ്വാമി, സർവേശ്വരാൻ സ്വാമി, ചിദ്രൂപാനന്ദ സ്വാമി, വിദ്യാനന്ദ സ്വാമി, മഹേശ്വരാനന്ദ സ്വാമി തുടങ്ങി എത്രയെത്ര സന്യാസിവര്യന്മാർ ചെറുതും വലുതുമായ സംഭാവനകൾ ചെയ്ത് ഈ അരുവിപ്പുറത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ത്യാഗനിർഭരമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നാം ഇവിടെ ഓർക്കണം. ചന്ദ്രൻ സ്വാമി ചെയ്ത സ്വാഗത പ്രസംഗത്തിൽ മഹാത്മാക്കളായ നിരവധി സന്യാസിമാരുടെ കണ്ണീർ വീണ മണ്ണാണിതെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ട്. ആ കണ്ണീരിനോടൊപ്പം അവരുടെ എല്ലാം എത്രയോ മഹാപുരുഷന്മാരുടെ വിയർപ്പ് തുള്ളികൾ വീണ മണ്ണുകൂടിയാണിത്. സന്യാസിമാർക്ക്, ഗുരുവിൻ്റെ ഗൃഹസ്ഥ ശിഷ്യന്മാർക്ക് ആവുന്ന തരത്തിൽ അവരാലാവുന്ന രീതിയിൽ സേവനം ചെയ്ത് ഈ ആശ്രമത്തെ, ഈ അരുവിപ്പുറം മഠത്തെ, ക്ഷേത്രത്തെ, ഇവിടെയുള്ള ഭൂസ്വത്തുക്കളെ സംരക്ഷിച്ച് നിലനിർത്തുവാനും
സാധിക്കുന്ന രീതിയിലുള്ള പരിഷ്കരണങ്ങൾ, പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാനും ആ മഹാത്മാക്കൾക്ക് ഇവിടെ സാധിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം മഹത്തായ ആ സേവനത്തിന് മുമ്പിൽ ഈ അവസരത്തിൽ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. എനിക്ക് ഈ അരീപ്പുറം പ്രദേശം ഞാൻ ആദ്യം വന്ന് കാണുന്നത് ഒരു 49 വർഷങ്ങൾക്ക് മുമ്പാണ്. ശിവഗിരിയിലൊരു ബ്രഹ്മചാരിയായി ചേർന്ന് പ്രവർത്തിക്കുന്ന കാലയളവിൽ ശിവഗിരിയിൽ നിന്നും ബ്രഹ്മചാരികളായ ഞങ്ങളെ ഈ അരുവിപ്പുറത്ത് കൊണ്ടുവന്ന് ഇവിടെ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശാൻ സ്വാമിയും മറ്റും വിശദീകരിച്ചു പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്. ഇവിടെയുള്ള ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും സന്യാസിമാർ ചെയ്തിട്ടുള്ള സേവനങ്ങളെ സംബന്ധിച്ചും ഈ നാട്ടുകാർ അനുകൂലമായും പ്രതികൂലമായും സന്യാസിമാരോട് പെരുമാറിയതുമൊക്കെ ഞാൻ സുദീർഘമായി കേട്ടു മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗീതാനന്ദ സ്വാമി, പ്രകാശാനന്ദ സ്വാമി, പവിത്രാനന്ദ സ്വാമി തുടങ്ങിയ മഹാത്മാക്കളിൽ നിന്ന്. ലോക ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്ഥാനം അലങ്കരിക്കുന്ന ഈ അരുവിപ്പുറം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏകതയുടെ ഏകലോക ഗവൺമെന്റ് വ്യവസ്ഥയുടെ മഹിതമായ മഹാസന്ദേശം ശ്രീനാരായണ ഗുരുദേവൻ ആദ്യമായി മുഴക്കിയ ഐക്യരാഷ്ട്രസഭ ആവിർഭവിക്കുന്നതിനുമൊക്കെ എത്രയോ ദശാബ്ദങ്ങൾക്ക് മുമ്പ് മാനവരൊക്കെയും ഒന്നാണ് എന്നുള്ള വിശ്വോത്തരമായ ദർശനം മുഴക്കിയ ഈ അരുവിപ്പുറത്തെ സംബന്ധിച്ച് ഗുരുവിൻ്റെ അനുയായികളായ നമുക്കെല്ലാം, സന്യാസിമാർക്കും ഗൃഹസ്ഥന്മാർക്കും ഭക്തന്മാർക്കും ഒക്കെയുള്ള ചുമതല വളരെ 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 വലുതാണ്. നാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കാര്യങ്ങളുടെ പേരിൽ വഴക്കുണ്ടാക്കുകയും വിഭാഗീയ ചിന്താഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും കേസുകൾ കൊടുക്കുകയും തമ്മിൽ തല്ലുകയും ചെയ്ത് ജീവിച്ചതുകൊണ്ട് എന്തു പ്രയോജനം എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ശാന്തൻ സ്വാമിയുടെ വാക്കുകൾ വളരെ ഖേദത്തോടു കൂടിയാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. സ്വാമിയുടെ ചാർജ് എടുത്ത് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ പ്രദേശത്ത് നിന്നും ചില ആളുകൾ വാറോലകൾ ഇറക്കി തുടങ്ങി. മിക്കവാറും വാറോലകൾ എനിക്ക് വായിച്ചു തന്നിരുന്നു. ഞാനത് വായിച്ച് മടക്കി അവിടെ വെക്കുകയല്ലാതെ തിരിച്ച് ചോദിക്കാനോ ക്വസ്റ്റ്യൻ ചെയ്യാനോ ചർച്ച ചെയ്യാനോ ഒന്നിനും പോയില്ല. ശാന്തൻ സ്വാമിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഗുരുവിനോട് ആഴത്തിൽ ഭക്തിയുണ്ട്, ആധ്യാത്മികമായ വിഷയങ്ങളിൽ ശ്രദ്ധയുണ്ട്, താല്പര്യമുണ്ട്. നല്ലവണ്ണം പ്രസംഗിക്കും, യോഗ ക്ലാസ്സുകളൊക്കെ നടത്തും, നല്ലവണ്ണം കർമ്മരംഗത്ത് പ്രവർത്തിക്കുവാനുള്ള ശേഷിയുണ്ട്. ധർമ്മസംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് അരുവിപ്പുറത്ത് വളർച്ചയെ ഉണ്ടാകൂ, പുരോഗതിയെ ഉണ്ടാകൂ എന്ന ബോധം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ നിന്നും പല ആളുകളും വാറോലകൾ എഴുതി അയക്കുമ്പോഴും നേരിട്ട് എന്നെ സമീപിച്ച് 100, 200, 500 പേരടങ്ങിയ ആളുകളുടെ നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുള്ളപ്പോഴും ഒക്കെ അതൊക്കെ മടക്കി വെച്ച് ഞാൻ മുന്നോട്ട് പോവുകയേ ചെയ്തുള്ളൂ. അരുവിപ്പുറത്തെ സംബന്ധിച്ച് വളർച്ചയും പുരോഗതിയും ഉണ്ടാകണം. ഇപ്പോ ഇവിടെ കൂടിയിരിക്കുന്നത് നമുക്കല്ല, ഈ നാട്ടിലുള്ള എല്ലാവർക്കും, അരുവിപ്പുറത്തെക്കുറിച്ച് അറിയുന്ന സർവർക്കും സന്തോഷിക്കാം, ആനന്ദിക്കാം. സ്വാമി പറഞ്ഞു,
2023 ഈ മന്ദിരത്തിന് ശിലാസ്ഥാപനം ചെയ്തത്. ചുരുങ്ങിയ മാസങ്ങളിലെ പ്രവർത്തനം കൊണ്ട് ഇത്ര മനോഹരമായ ഒരു സൗധം ഇവിടെ ഉയർത്തിയെടുക്കുവാൻ ചന്ദ്രാനന്ദ സ്വാമിക്ക് ശക്തി കിട്ടി, ഗുരുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും കിട്ടി. അദ്ദേഹത്തെ ഞാൻ ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരയ്ക്ക് വേണ്ടി അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി പ്രകാരം അരുവിപ്പുറത്ത് വികസന പ്രവർത്തനങ്ങൾ പലതും നടക്കുന്നുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹായം, നമ്മുടെ ആവണി ശ്രീകണ്ഠനെ പോലെയുള്ള നല്ല വ്യക്തികളുടെ സഹായ സഹകരണങ്ങളുണ്ട്. നാട്ടിലുള്ള നിരവധി ഗുരുദേവ ഭക്തന്മാരുടെ പിൻബലമുണ്ട്. സർവോപരി ഭഗവാൻ ശ്രീനാരായണ പരമഹംസദേവന്റെ കാരുണ്യവും അനുഗ്രഹവുമുണ്ട്. ഗുരുവിൻ്റെ കരുണാ കടാക്ഷത്താൽ ഏറെയേറെ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ, അരുവിപ്പുറത്തിന് ഒരു പുതിയ മുഖം നൽകുവാൻ ചന്ദ്രാനന്ദ സ്വാമിക്ക് സാധിച്ചു. അത് നീതിയുടെ ഒരു നിശ്ചയമാണ്, ഒരു അനുഗ്രഹ വിശേഷമാണ്. ഈ അരുവിപ്പുറത്ത് ആയിരങ്ങൾ ജനലക്ഷങ്ങൾ എത്തിച്ചേരാറുണ്ട്. അരുവിപ്പുറത്തെ ശിവരാത്രിക്കും ഗുരുവിൻ്റെ ജയന്തിക്കും ഗുരുവിൻ്റെ മഹാസമാധിക്കും എല്ലാറ്റിനുപരി ശിവഗിരി തീർത്ഥാടനത്തിനുമൊക്കെ ജനലക്ഷങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഇവിടെ ആളുകൾ എത്തിച്ചേരുന്നതിൽ ചെറിയൊരു പങ്ക് എനിക്കുമുണ്ട്. ഞാൻ കേരളമൊട്ടാകെ, കേരളത്തിന് വെളിയിൽ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഇന്ത്യക്ക് വെളിയിലുമൊക്കെ ചെയ്തിട്ടുള്ള പ്രസംഗങ്ങളിൽ നിങ്ങൾ അരുവിപ്പുറത്ത് പോയിട്ടുണ്ടോ? ഗുരുദേവൻ്റെ കർമ്മഭൂമിയാണ്, തുടക്കം കുറിച്ചതാണ് അരുവിപ്പുറം. നിങ്ങൾ പോയിട്ടുണ്ടോ, നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും പോകാത്തവരോട് ഉടൻ തന്നെ അരുവിപ്പുറത്ത് പോകണമെന്ന് നിർബന്ധിക്കുകയും അങ്ങനെ പ്രേരണ ചെലുത്തി ആയിരക്കണക്കിന് ആളുകളെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ആ ഒരു സന്തോഷവും സംതൃപ്തിയും എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഈ നാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ച്, ഇവിടെയുള്ള ജനതയെ സംബന്ധിച്ച് പറയുവാനുള്ളത്, ഇവിടെ ഭക്തജനങ്ങൾ വന്നു ചേരുമ്പോൾ നിങ്ങൾ അതിഥികളല്ല, ആതിഥേയരാണ്. അവരെ എല്ലാം രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുകയും വേണ്ടവണ്ണം സൽക്കരിക്കുകയും ഗുരുവിൻ്റെ ആദ്യ സന്ദേശം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം മാം ഇത് മാണിതെന്നാണ് പലരും എഴുതുന്നതും പറയുന്നതും. പക്ഷേ ഗുരു ജീവിച്ചിരുന്ന കാലത്ത് പ്രചരിച്ചിരുന്നത് മാം ഇത് എന്നാണ്. അങ്ങനെ സർവരും സഹോദരന്മാരായി കഴിയുന്ന ഒരു മാതൃകാലോകം, ഏകലോകം സംസൃഷ്ടമാക്കുന്നതിന് വേണ്ടി ഗുരുദേവൻ ആരംഭം കുറിച്ച ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഈ നാട്ടിലുള്ള എല്ലാവരും ഇവിടെ നിന്നും മുഴക്കേണ്ടത് ഈ ഏകലോക ദർശനമാണ്, ഈ സന്ദേശമാണ്. ഇവിടെ നിന്ന് ഒരിക്കലും വിഭാഗീയതയുടെ, അഭിപ്രായ വ്യത്യാസത്തിൻ്റെ മറ്റും ശബ്ദം ഉയർന്നു കേൾക്കാൻ പാടുള്ളതല്ല. ഈ സ്ഥാപനത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ മഹാത്മാക്കളെയും ഈ അവസരത്തിൽ നമുക്ക് ആദരവോടുകൂടി സ്മരിക്കാം. ഇനിയും ഏറെയേറെ പുരോഗതി അരുവിപ്പുറത്തിന് കൈവരിക്കാനുണ്ട്. ഞാനിവിടെ എൻ്റെ പ്രസംഗം ആരംഭിക്കുമ്പോൾ ചൊല്ലിയ പദ്യം മഹാകവി കുമാരനാശാൻ എഴുതിയതാണ്. അരുവിപ്പുറത്തെ ശിവനെ നമിച്ചുകൊണ്ട് കുമാരമഹാകവി അന്ന് എഴുതിയ ആ പദ്യത്തിൽ അക്ഷീണക്രമമാർന്ന് വിലസിടും സംസാര ചക്രത്തിനുള്ളക്ഷം പോലെയും ഏക വിശ്വനിലയസ്തംഭോദയം പോലെയും, ഇത് ലോകത്തിൻ്റെ തന്നെ വലിയൊരു ആത്മീയ കേന്ദ്രമായി, തലസ്ഥാനമായി, കേന്ദ്ര ബിന്ദുവായി കണ്ടുകൊണ്ട് രക്ഷിക്കട്ടെ അരുവിപ്പുറത്തരുമയാർ നീടുന്ന ദേവൻ ശിവൻ എന്ന് കുമാരമഹാകവി എഴുതുമ്പോൾ
ഈ മന്ത്രത്തിൻ്റെ ഈ പദ്യത്തിൻ്റെ ആശയം നമ്മുടെ അന്തരാത്മാവിൽ നിറച്ചുകൊണ്ട് ലോകത്തിൻ്റെ തന്നെ കേന്ദ്രഭൂവായി അരുവിപ്പുറത്ത് കണ്ടുകൊണ്ട് അരുവിപ്പുറത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായ പുരോഗതിക്ക് വേണ്ടി സമർപ്പിത ചേതസ്സുകളായി നിലനിന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ബഹുമാന്യരായ MLA ഇവിടെയുണ്ട്. അവർക്ക് ഈ സ്ഥാപനത്തിനോട് വളരെ സ്നേഹനിർഭരമായിട്ടുള്ള ആദരവുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട MLA എല്ലാവിധമായ സഹായങ്ങളും സാന്ദ്രാൻ സ്വാമിക്ക് നൽകുന്നുണ്ട്. ഈ നാട്ടിലുള്ള സജ്ജനങ്ങൾ, ഗുരുഭക്തന്മാർ എല്ലാവരും ശിവഗിരിയോടൊപ്പമുണ്ട്. ഞാൻ പറയുന്നു, ഭേദവ്യത്യാസം വെച്ച് പുലർത്തുന്ന ആളുകൾ ഗുരുദേവനെ സ്മരിച്ചുകൊണ്ടത് ഉപേക്ഷിക്കണം. അരുവിപ്പുറത്തെ സാന്ദ്രാൻ സ്വാമിയെ എന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്? ഇത് നോക്കിയാണ് ചില ആളുകൾ ഇരിക്കുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിക്കണം. അവരൊക്കെ ഏത് ലോകത്തിലാണ് ജീവിക്കുന്നതെന്ന് ഈ നാട്ടുകാർ ചിന്തിക്കണം. അരുവിപ്പുറത്തുള്ള സ്വാമിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ അതുകൊണ്ടുണ്ടാകുന്ന അപമാനം ആർക്കാണ്? ഞങ്ങൾക്ക് സന്യാസിമാർക്കൊന്നും വരില്ല, അപമാനം വരില്ല. ആരാണോ അതിനുവേണ്ടി ശ്രമിച്ചത് അവരെല്ലാം അപമാനിതരായി മാറിപ്പോകും. മാത്രമല്ല, ഗുരുവിൻ്റെ ശാപത്തിനിരയാകും. ശ്രീനാരായണ ഗുരുദേവന്റെ കാരുണ്യമോ അനുഗ്രഹമോ അവർക്കാർക്ക് ലഭിക്കില്ല. മറിച്ച് ഗുരുദേവന്റെ ശാപമായിരിക്കും അവർക്ക് ലഭിക്കുക. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരിക്കൽ ഗുരുദേവനെ തന്നെ വിഷമപ്പെടുത്തിയപ്പോൾ ഭഗവാൻ മുഴിഞ്ഞു അത്രേ. ഉറങ്ങിക്കിടന്ന സിംഹത്തിൻ്റെ മൂക്കിലെ രോമം പിഴുന്നത് പോലെയാണല്ലോ. ഉറങ്ങിക്കിടന്ന സിംഹത്തിൻ്റെ മൂക്കിലെ രോമം പിഴുന്നത് പോലെയാണല്ലോ എന്ന് ഭഗവാൻ അരളിച്ചതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ഏതായാലും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ ശ്രീനാരായണ ഗുരുദേവനെ അന്തരാത്മാവിൽ കണ്ടുകൊണ്ട് മനുഷ്യനാണ്, തെറ്റും കുറ്റങ്ങളും സംഭവിക്കും. ശ്രീനാരായണ ഗുരുദേവനെ നാം ദൈവമായി ആരാധിക്കുന്നു. കാരണം ഗുരുദേവന്റെ ജീവിതത്തിൽ തെറ്റില്ല, ശരി മാത്രമേ ഉള്ളൂ. മനുഷ്യനാവുമ്പോൾ തെറ്റും കുറ്റവും ഒക്കെ സംഭവിക്കും. സന്യാസിമാരുടെ ജീവിതത്തിലും എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കും. ആ തെറ്റുകളെ ക്ഷമിക്കാനും ശരിയോടൊപ്പം നിൽക്കുവാനും ആ ശരിയെ ഉയർത്തിക്കാട്ടുവാനും സാധിക്കണം. ഗുരുദേവൻ പാടി പഠിപ്പിച്ചത് നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നത് ഉത്തമം. ഗുരുദേവന്റെ ദിവ്യോപദേശം നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്. ഇവിടെ സന്യാസിമാരും ഈ നാട്ടിലുള്ള ഭക്തജനങ്ങളും സാന്ദ്രാനന്ദ സ്വാമിയെ പോലെ ഈ ആശ്രമത്തിൻ്റെ ചുമതല വഹിച്ച് സേവനം ചെയ്ത ഓരോരുത്തരും ചെയ്ത നല്ല കാര്യം ഒരിക്കലും മറക്കരുത്. അവരിൽ നിന്നും എന്തെങ്കിലും നല്ലതല്ലാത്തതുണ്ടെങ്കിൽ അത് മനുഷ്യത്വത്തിൻ്റെ പേരിൽ മറന്നുകൊണ്ടും, സ്ഥാപനമാണ് വലുത്, സ്ഥാപനത്തിൻ്റെ വളർച്ചയാണ് വലുത്, അതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനുള്ള വിവേകം എന്ന് പറഞ്ഞാൽ വേർതിരിച്ചുള്ള അറിവ്, അത് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്നു ചേർന്ന മുഴുവൻ ആളുകളെയും ഭഗവാൻ ശ്രീനാരായണ ഗുരു കാരുണ്യം തൂകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ സൗധം ഇവിടെ ഉയർത്തുന്നതിന് വേണ്ടി മുറികൾ സംഭാവന ചെയ്ത 14 വ്യക്തികൾ, അവരുടെ പേര് സ്വാമി ഇവിടെ വായിച്ചു. ആ 14 പേരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടും ഈ ഹാളടക്കം ഈ അരുവിപ്പുറത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിരവധി സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ ആവണി ശ്രീകണ്ഠൻ അവരുകളെ പ്രത്യേകമായി ഞാൻ സ്മരിച്ചുകൊണ്ടു എല്ലാവർക്കും ഗുരുവിൻ്റെ കരുണാകടാക്ഷം അനുഗ്രഹ വർഷമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഗുരുദേവ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ സ്ഥാപനം പൊതുജനങ്ങൾക്കായി തുറന്നു വെച്ചതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. സച്ചിദാനന്ദ സ്വാമികൾ അവர்கள்
മറ്റു സന്യാസ ശ്രേഷ്ഠർ, ഞാൻ എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരെയും ഇവിടെ പരിചയപ്പെടുത്തി ഈ മനോഹരമായിട്ടുള്ള മന്ദിരം പണിത് പൂർത്തിയാക്കി തന്ന ശ്രീ ആവണി ശ്രീകണ്ഠൻ, എന്നോടൊപ്പം നിയമസഭയിലെ സഹപ്രവർത്തകരായി കഴിയുന്ന ആൻസലിനുണ്ട്, IB സതീഷുണ്ട്, പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട്, മറ്റു സഹോദരന്മാരെ. സാന്ദ്രാനന്ദ സ്വാമി പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ഗുരു ശിവപ്രതിഷ്ഠ നടത്തി അദ്ദേഹത്തിൻ്റെ വാസസ്ഥലത്തെത്തിയപ്പോൾ അന്നത്തെ ജാതി മേധാവിത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച ഒരു കൂട്ടം ആളുകൾ സ്വാമിയോട്, ഗുരുവിനോട് ചോദിച്ചു, പ്രതിഷ്ഠ നടത്താൻ അവകാശപ്പെട്ട ഞങ്ങളിരിക്കെ എന്തിനാണ് നിങ്ങൾ പ്രതിഷ്ഠ നടത്തിയത് എന്നാക്രോശിച്ചുകൊണ്ടാണ് കടന്നു വന്നത്. വളരെ മന്ദഹാസത്തോടു കൂടി അവരോട് ഗുരു ചോദിച്ച ഒറ്റ ചോദ്യമാണ്, നിങ്ങളുടെ ശിവനെ ഞാൻ പ്രതിഷ്ഠിച്ചില്ലല്ലോ, നമ്മുടെ ശിവനെയല്ലേ പ്രതിഷ്ഠിച്ചുള്ളൂ എന്ന ഒറ്റ മറുപടി കൊണ്ട് ആക്രോശിച്ചു വന്നവർ തിരിച്ചു മടങ്ങിയതായി രേഖകളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ സ്വാമി ദുഃഖിക്കേണ്ട കാര്യമില്ല. അരുവിപ്പുറത്താണ് ഈ ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ ആ വഴിക്ക് പോകും. അത്രമാത്രം കണ്ടാൽ മതിയത്. വളരെ മന്ദഹാസത്തോടുകൂടി ഈ കാര്യങ്ങൾ നേരിടുക എന്നതാണ്. കായ്ഫലമുള്ള മാവിലെ ഫലവൃക്ഷം തരുന്ന വൃക്ഷത്തിലെ എറിയൂ എന്ന് പറഞ്ഞ് കായ്ക്കാതിരിക്കുന്നില്ല. ഫലം നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും. എറിയ ഭയന്ന് മാവ് കായ്ക്കാതിരിക്കും ഇല്ലല്ലോ, അത് നമുക്ക് വീണ്ടും ഫലം തന്നുകൊണ്ടേയിരിക്കും എന്ന് മാത്രം അതിനെ കാണുക എന്ന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഈ വിശദീകരണം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. അരുവിപ്പുറത്തിൻ്റെ തനിമയും സാംസ്കാരിക പൈതൃകവും ലോകത്തിന് നൽകിയ സംഭാവനയും മറക്കുന്നവർ ഗുരുദേവ ഭക്തന്മാരല്ല. അത്രയും ഞാൻ ആ കാര്യത്തെ കുറിച്ച് പറയുന്നു. അങ്ങനെ കപടവേഷം കിട്ടുന്നവരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നാണയങ്ങൾ പലതുണ്ട്, കള്ളനാണയവുമുണ്ട്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയുമ്പോഴാണ് സമൂഹത്തെ നേർദിശയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്. അതുകൊണ്ട് അത്തരം പ്രചരണങ്ങളെയൊന്നും വകവയ്ക്കാതെ അരുവിപ്പുറത്തിൻ്റെ പൈതൃകം ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണം. പുതിയ കാലത്തിനനുസരിച്ച് ഈ പ്രദേശത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി പരിശ്രമിച്ച മഠത്തെയും സാന്ദ്രാനന്ദ സ്വാമിയെയും ഈ സന്ദർഭത്തിൽ അനുമോദിക്കുകയാണ്. അരുവിപ്പുറത്തിന് ഏതെങ്കിലും പോറലേക്കാൻ ഈ നാട്ടിലെ ജനാധിപത്യ ബോധമുള്ള ആരും തന്നെ അനുവദിക്കില്ല എന്ന് എനിക്കറിയാം. ആ നിലയിൽ നിഷ്ഠുരമായിട്ടുള്ള സേവനം നൽകാൻ ഈ നാട്ടിൽ ബഹുജനങ്ങളുണ്ടാവുമെന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത്. ഇപ്പോൾ രണ്ടു ഗവൺമെൻറ്റുകളുടെയും വികസന പ്രവർത്തനം ഇവിടെ വരുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനം വരുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനം വരുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റേജ്, ഒരു സാംസ്കാരിക കേന്ദ്രം പ്രവർത്തിക്കാൻ ആവശ്യമായ മുറി സൗകര്യങ്ങൾ, ഒരു ലൈബ്രറി, ഒരു റിസപ്ഷൻ ഹാളും എല്ലാം കൂടി 2,52,00,000 രൂപയുടെ ഒരു അംഗീകാരമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. സാംസ്കാരിക വകുപ്പിൻ്റെ പ്ലാൻ വിഹിതം ഉപയോഗിച്ചാണ് ചെയ്യാൻ തീരുമാനിച്ചത്. ഗവൺമെൻറ്റിന് വന്നിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി നിങ്ങൾക്കറിയാം. കഴിഞ്ഞ വർഷം സാംസ്കാരിക വകുപ്പിന് പ്ലാൻ ഫണ്ട് വിഹിതം വരാതെ വന്നപ്പോൾ കുറച്ച് കാലതാമസം വന്നു. ഈ വർഷം സാംസ്കാരിക വകുപ്പിന് സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന പ്ലാൻ വിഹിതത്തിൽ നിന്ന് ഈ നിശ്ചയിക്കപ്പെട്ട തുക ചെലവഴിക്കാം. കുറവ് വന്നാൽ MLAക്ക്
നിശ്ചയിക്കാൻ കഴിയുന്ന ചില പദ്ധതികളുണ്ട്. അതിനുവേണ്ടി ഗവൺമെൻറ് പ്രത്യേകമായി അനുവദിക്കുന്ന 5 കോടി രൂപയുണ്ട്. 5ഉം 1ഉം 6 കോടി സ്പെഷ്യൽ ഫണ്ട്. ഇതിൽ ഉൾപ്പെടുത്തി 50% തുക വയ്ക്കണമെന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്നോട് പറഞ്ഞത്. അത് വയ്ക്കാമെന്ന് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. വയ്ക്കാമെന്ന് സമ്മതിച്ച് എഴുതി കൊടുത്താൽ ഉടനെ തന്നെ സാംസ്കാരിക വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ട് വിഹിതത്തിൽ നിന്ന് ബാക്കി കൂടെ നൽകി ഈ പണി പൂർത്തിയാക്കാനാവും. എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള ശ്രമം നടത്തുമെന്ന കാര്യം കൂടെ നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാനെൻ്റെ ഇതിനെല്ലാവിധ ഭാവുകങ്ങൾ നേർന്ന ആശംസകൾ നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്മയുണ്ടാകും. ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. സമാരാധ്യനായ യോഗാധ്യക്ഷൻ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ട്രഷറർ ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ, ശ്രീമദ് വിശുദ്ധാനന്ദ സ്വാമികൾ, സൂക്ഷ്മാനന്ദ സ്വാമികൾ, ശ്രീ ആവണി ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരെ, ഭാരവാഹികളെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെ, പൂജനീയരായ സന്യാസി ശ്രേഷ്ഠരെ, സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ, ഗുരുഭക്തരെ, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹനിർഭരമായ പ്രണാമം ആദ്യമായി അർപ്പിക്കട്ടെ. അരുവിപ്പുറം മഠത്തെ സംബന്ധിച്ചും ക്ഷേത്രത്തെ സംബന്ധിച്ചും ധന്യമായ ഒരു മുഹൂർത്തത്തിന് നമ്മളെല്ലാവരും ഇവിടെ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ധന്യമായ ശ്രദ്ധേയമായ മുഹൂർത്തം എന്ന് ഞാൻ സൂചിപ്പിച്ചത് ക്ഷേത്രത്തിന്, മഠത്തിന് അനുയോജ്യമായ ഒരു അതിഥി മന്ദിരം ഇവിടെ സമർപ്പണം ചെയ്തിരിക്കുകയാണ്. ഇവിടെ മുൻ പ്രാസംഗികർ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിൻ്റെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യത്തിന് തുടക്കം കുറിച്ച പുണ്യഭൂമിയാണ് അരുവിപ്പുറം ക്ഷേത്രം. നവോത്ഥാന പാരമ്പര്യത്തിന് തുടക്കം കുറിച്ച ഈ സങ്കേതം കാലത്തിൻ്റെയും ലോകത്തിൻ്റെയും വളർച്ചയ്ക്കനുസരിച്ച് ഉയരുവാനും വളരുവാനും കഴിയണം. ഇന്ന് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്, ലോകം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളർച്ചയെയും ആ ഉയർച്ചയെയും ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുദേവൻ്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന സങ്കേതങ്ങൾക്ക്, പ്രസ്ഥാനങ്ങൾക്ക്, പ്രവർത്തനങ്ങൾക്കെല്ലാം വലിയ പ്രത്യാശയോടെ മാത്രമേ മുന്നോട്ട് പോകുവാൻ കഴിയുള്ളൂ. ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിൻ്റെ സന്ദേശം നമുക്ക് നൽകുന്നത് പ്രത്യാശയുടെ സന്ദേശമാണ്. സുഖപൂർണമായ, ഐശ്വര്യപൂർണമായ, ആനന്ദപൂർണമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കുവാൻ എല്ലാവിധ സങ്കുചിത വിഭാഗീയ ചിന്തകളെയും തൂത്തെറിഞ്ഞുകൊണ്ട് സമൂഹത്തെ, മാനവ സമൂഹത്തെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ അനുസൃതമായ മഹത്വപൂർണമായ ഒരു മാനവിക ദർശനമാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ ലോകത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. ആ മഹത്വപൂർണമായ ദർശനത്തിലേക്ക് പ്രകാശം പരത്തുവാൻ ഗുരുവിൻ്റെ പാദർശം കൊണ്ട്, പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ സങ്കേതങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ. ആ സങ്കേതങ്ങളുടെ അടിസ്ഥാന സൗകര്യ വർധനവ് അനിവാര്യമായ ഒരു വർത്തമാന സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് അരുവിപ്പുറം ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സാന്ദ്രാനന്ദ സ്വാമികൾക്ക് 100% വിജയം കൈവരിക്കുവാൻ കഴിഞ്ഞതിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് വളരെയേറെ അഭിനന്ദിക്കുകയാണ്, അതിൽ സന്തോഷിക്കുകയാണ്. ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ കഴിയണം. അരുവിപ്പുറത്തിന് മാത്രമല്ല, നമ്മുടെ ശാഖാസ്ഥാപനങ്ങൾ ശിവഗിരി മഠത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന, കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമായി 3 സംസ്ഥാനങ്ങളിലായി പ്രവർത്തിക്കുന്ന നമ്മുടെ കേന്ദ്രങ്ങളെല്ലാം, ശാഖാസ്ഥാപനങ്ങളെല്ലാം വികസനത്തിൻ്റെ പന്ഥാവിലാണ്, ഉയർച്ചയുടെ പന്ഥാവിലാണ്.
ആ ഉയർച്ചയും വളർച്ചയും സാർത്ഥകമാക്കുവാനുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ ധർമ്മസംഘത്തിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് വളരെയേറെ ശ്രദ്ധേയമായ കാര്യം കൂടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ശ്രീമദ് സാന്ദ്രാനന്ദ സ്വാമികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയായി 5 വർഷം പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ആളെന്ന നിലയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ ഏത് ഭാഗത്തു നിന്ന് വന്നാലും ഏത് കോണുകളിൽ നിന്ന് വന്ന പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള കരുത്തും ഊർജവും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തോടൊപ്പം ഏത് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ ധർമ്മസംഘവും സന്യാസി സമൂഹവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകും എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഇനിയും അരിവേപ്പത്തിനുണ്ടാകട്ടെ, അതിന് ഗുരുവിൻ്റെ അനുഗ്രഹ ആശിസ്സുകൾ നമുക്കേവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ എളിയ വാക്കുകൂടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. യോഗാധ്യക്ഷൻ്റെ നിർദ്ദേശപ്രകാരം ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ശിവഗിരി മഠത്തിൽ ആദ്യമായി ഒരു പ്രവാസി സംഗമം ഇവിടെ ശിവഗിരി മഠത്തിൽ ഒത്തുചേരുകയാണ്. ഈ വരുന്ന 16, 17 തീയതികളിൽ ആഗോളതലത്തിലുള്ള പ്രവാസി സംഗമത്തിന് ശിവഗിരി മഠം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രവാസി സംഗമത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിന് സന്ദേശങ്ങൾക്ക് കാലിക പ്രസിദ്ധി വർദ്ധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഗുരുവിൻ്റെ മഹത്വപൂർണമായ മാനവിക ദർശനം ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും ചിന്തകളുമാണ് ആ സംഗമത്തിൽ നടക്കുന്നത്. അതോടൊപ്പം മറ്റു ചില ലക്ഷ്യങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രവാസികളും ശിവഗിരി മഠത്തിൽ നടക്കുന്ന ഈ സംഗമത്തിൽ സെപ്റ്റംബർ 16, 17 തീയതികൾ നടക്കുന്ന സംഗമത്തിൽ പങ്കാളികളാകണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. പരമഗുരു പാദങ്ങളിൽ പ്രണാമം. ധന്യമായ ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ച ശ്രീനാരായണ ധർമ്മസംഘടന ട്രസ്റ്റിൻ്റെ ആരാധ്യനായ പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ശുഭാംഗാനന്ദ സ്വാമികൾ, ട്രഷറർ ശാരദാനന്ദ സ്വാമികൾ, ട്രസ്റ്റിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി സാന്ദ്രാനന്ദ സ്വാമികൾ, ട്രസ്റ്റിൻ്റെ ബോർഡ് മെമ്പർ സൂക്ഷ്മാനന്ദ സ്വാമികൾ, സന്യാസി ശ്രേഷ്ഠന്മാരെ, സഹോദരങ്ങളെ, വേദിയിലിരിക്കുന്ന ആവണി ശ്രീകണ്ഠൻ അവറുകളെ, ഈ സഭയിൽ ശ്രോതാക്കളായിരിക്കുന്ന സജ്ജനങ്ങളെ, വിശ്വാസികളെ, നാട്ടുകാരെ, മാധ്യമപ്രവർത്തകരെ, എല്ലാവർക്കും ഈ സുപ്രഭാതം എന്ന് പറഞ്ഞത് ഒരു നല്ല ശുഭമുഹൂർത്തത്തിൽ ഇവിടെ സംസ്ഥാപനം ചെയ്തിരിക്കുന്ന അരികപ്പുറത്ത് വന്നെത്തുന്ന എല്ലാവർക്കും ആശ്രയസ്ഥാനമായി ഒന്ന് കിടന്നുറങ്ങുവാനും മറ്റും പ്രാഥമിക സൗകര്യങ്ങൾ ചെയ്യുവാനും മറ്റും ഉള്ള ഒരു സ്ഥാപനം സാന്ദ്രാൻ സ്വാമികളുടെ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഗുരുഭക്തരുടെ അക്ഷീണ പ്രവർത്തനം കൊണ്ട് 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതാണ് സുപ്രഭാതമായി ഞാൻ കണ്ടത്. ഈ സുപ്രഭാതത്തിൽ ഈ എല്ലാവർക്കും, ഇതിൽ സംബന്ധിച്ച എല്ലാവർക്കും ആശംസാഭരിതമായ കൂപ്പുകൈ അർപ്പിക്കുന്നതോടൊപ്പം സാന്ദ്രാൻ സ്വാമിക്ക് പ്രത്യേകം ഗുരുവിൻ്റെ തിരുകാരുണ്യം ചൊരിയുമാറാകട്ടെ. അരിവിപ്പുറത്തിന് വീണ്ടും വീണ്ടും പ്രശോഭിതമായ വികസനങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരിവിപ്പുറം ലോകത്തിൻ്റെ എല്ലാം ശ്രദ്ധ പിടിച്ച് പറ്റിയിട്ടുള്ളതും പറ്റിക്കൊണ്ടിരിക്കുന്നതുമായ യോഗസ്ഥാനമാണ്.
ലോകത്തിൻ്റെ മാതൃകാ സ്ഥാനമായിട്ടാണ് 1888 ശ്രീനാരായണ തൃപ്പാദങ്ങൾ അതിനെ വിഭാവനം ചെയ്ത് ശിലാസ്ഥാപനം നടത്തിയത്. അത് നാം ഓർക്കണം. അരിവിപ്പുറത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അരിവിപ്പുറത്തേക്ക് വിശ്വാസികൾ, അതുപോലെ തന്നെ അരിവിപ്പുറത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി റിസർച്ച് ചെയ്യുന്ന സംഘങ്ങൾ എത്താറുണ്ട്. ഇത് നേരത്തെ ഇവിടെ MLA പറഞ്ഞതുപോലെ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അദ്ദേഹം മാവിൻ്റെ ഉദാഹരണം പറയുകയുണ്ടായി. മാങ്ങയുണ്ടായെങ്കിൽ മാത്രമേ എറിയുകയുള്ളൂ. ഫലമുണ്ടാകുമ്പോൾ ഏറെ നടക്കും. കായ്ക്കാത്ത മാവിനെ ആരും എറിയാറില്ലല്ലോ. അതുകൊണ്ട് ഇത് സന്യാസിമാരായ ഞങ്ങൾ ഇതൊക്കെ ഒത്തിരി കണ്ടിട്ടുള്ളതാണെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ നാട്ടിൽ മുൻപ് നടത്തിയിട്ടുള്ള സമരങ്ങളും ഒക്കെ ഈ ഉള്ളവനും അതിന് സാക്ഷിയായി നിന്നിട്ടുണ്ട്. സാന്ദ്രാൻ സ്വാമിയെ ഇവിടെ നിന്ന് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ ആ തോൾ സഞ്ചിയിലിട്ടും കൊണ്ട് ഉടൻ കടന്നു കൊള്ളണം എന്ന് ഈ ഇവിടെ മുമ്പിൽ നിൽക്കുന്ന സ്മാരക സ്തൂപത്തിൻ്റെ മുമ്പിൽ സമരം ചെയ്തുകൊണ്ട് പ്രഖ്യാപിച്ച കാര്യം ഞാൻ ഓർക്കുകയാണ്. അന്ന് ഇവിടെ കെ കരുണാകരൻ, അദ്ദേഹം ആന്റണി ഇവിടെ അന്ന് പ്രസംഗിക്കാൻ വന്നപ്പോൾ, ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ ഇതൊന്നും അവസാനിച്ചില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. അതിനു മുമ്പുള്ള ഒരു അനുഭവം ഞാൻ പറയട്ടെ. ഞാൻ ജനറൽ സെക്രട്ടറിയായി, ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയും ഗീതാനന്ദ സ്വാമി പ്രസിഡൻ്റായിരിക്കുമ്പോൾ അരിവിപ്പുറത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി ചെങ്കല്ലൂർ വസ്തുവിൽ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുവാനായി ശിവഗിരിയുടെ എഞ്ചിനീയർമാരും യൂണിവേഴ്സിറ്റിയുടെ ഉദ്യോഗസ്ഥരുമായി എത്തുകയുണ്ടായി. ഞങ്ങൾ അവിടെ ചെങ്കല്ലൂർ സന്ദർശിച്ചപ്പോൾ റോഡിൽ തടയുകയുണ്ടായി. അതൊന്നും നമ്മൾ വകവച്ചില്ല. അവസാനം ഇവിടെ ഗുരുസന്നിധിയിൽ, ശിവൻ്റെ സന്നിധിയിലെത്തി. അന്ന് ശിവഗിരിക്ക് ഒരു അംബാസഡർ കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സ്തൂപം നിൽക്കുന്നിടത്ത് ആ കാറിട്ടിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു. ഞാൻ ശിവൻ്റെ മുമ്പിലുള്ള ആ അരമതിൽ ചാരി നിൽക്കുകയാണ്. ഒരു വ്യക്തി എന്നോട് വന്ന് പറയുകയാണ്, സൂക്ഷിച്ചു കൊള്ളണം, തൂക്കിയെടുത്ത് ശങ്കരൻകുഴിയിൽ എറിയും. നേരത്തെ സാന്ദ്രാൻ സ്വാമിയും പ്രസിഡന്റ് സ്വാമിയൊക്കെ ഒരുപാട് സന്യാസിമാർ അനുഭവിച്ച ദുരിതങ്ങളെപ്പറ്റി, ഇത് എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞതാണ്. മാത്രമല്ല, ആ കാറിൻ്റെ ശിവഗിരി മഠം എന്ന് വെച്ചിരുന്ന ആ ബോർഡ് വലിച്ചൊടിച്ച് കളഞ്ഞു. നമ്മളൊന്നും പ്രതികരിക്കാൻ പോയില്ല. അരിവിപ്പുറത്തിൻ്റെ ചരിത്രം ഇങ്ങനെ നേരത്തെ പറയുകയുണ്ടായി. ഉറങ്ങിക്കിടന്ന സ്വാമിജി സിംഹത്തിൻ്റെ മൂക്കിലെ രോമം പിഴുത് ഗുരുവിനോട് കാണിച്ചതാണ്. അതിൻ്റെ ഫലം എന്തായിരുന്നു? ഭഗവാൻ കൊടിതൂക്കി മലയിൽ ഒരു കാറ്റാടി മരം വെച്ച് പിടിപ്പിച്ചോളൂ, അത് പിഴുതു കളഞ്ഞു. അതാണ് സന്ദർഭം ഉണ്ടായത്. ഇന്ന് കൊടിതൂക്കി മല എല്ലാവരുടെയും ലോകത്തിൻ്റെ എല്ലാ ആരാധനാ സ്ഥാനമായി. അവിടെ എന്തെല്ലാം വികസനങ്ങൾ നടക്കുന്നു, അരിപ്പുറത്ത് നടക്കുന്നു. ഇതിനെല്ലാം കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാരുകൾ, അതുപോലെ നമ്മളെ പ്രാദേശിക സമിതികൾ, ഗവൺമെൻറ്, ഉപഗവൺമെൻറ് സമിതികൾ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നോർക്കണം, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹത്വം കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഇതെല്ലാം സാധ്യമാകുന്നതിന് സന്യാസിമാരുടെ നിരന്തരമായ ശ്രമം കൊണ്ടാണ് എന്നുകൂടി ഓർക്കണം. ഒരു ഗവൺമെൻറ് ഇങ്ങോട്ട് ഞങ്ങളിത് ചെയ്യാമെന്ന് പറഞ്ഞു വരില്ല. അതിൻ്റെ പിന്നാലെ പോയെങ്കിലേ നടക്കൂ. കേന്ദ്ര സർക്കാർ 70 കോടി രൂപയാണ് 4 സ്ഥാപനങ്ങൾക്കായി അനുവദിച്ചത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ നടക്കുന്നത്. സംസ്ഥാന സർക്കാരുകൾ ശിവഗിരിക്കും അരിവിപ്പുറത്തും മറ്റ് സ്ഥാപനങ്ങൾക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന
കാലാകാലങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ സന്യാസിമാര്, സെക്രട്ടേറിയറ്റുകൾ, മന്ത്രിമന്ദിരങ്ങളും ഒക്കെ കയറി നടന്നതിൻ്റെ ഫലമാണ് എന്ന് നാം അറിയണം. ഇത് അറിയുമ്പോൾ കൂടാതെ ഇവിടെ കുറേ ഗുരുഭക്തൻ സാന്ദ്രാൻ സ്വാമി വരുന്നതിന് മുമ്പ് ഇവിടെ റോഡുണ്ടാകുന്നതിന്, ഇവിടെ ട്രാൻസ്പോർട്ട് വണ്ടി വരുന്നതിന്, അതുപോലെ ഇവിടെ കുടിമുളികളും മറ്റും ഉണ്ടാകുന്നതിന് സർക്കാരുകളെ സമീപിച്ചിട്ട് ഇവിടെ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ ചെയ്തത്. നല്ലത് ചെയ്യുമ്പോൾ എപ്പോഴും അവർക്കും എതിരായിട്ട് ഇത് വന്നിട്ടുണ്ട്. എന്തായാലും ഒന്ന് തീർച്ചപ്പെടുത്തുക, ഈ എതിർപ്പിനെ സന്യാസിമാർ കൂടുതൽ ശക്തമായി നേരിടുന്നവരാണെന്ന് അറിയേണ്ടതുണ്ട്. സന്യാസിക്കൊന്നും പോകാനില്ല, പോകാനുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ ഒന്നും തോപ്പിക്കാമെന്ന് ആരും കരുതേണ്ട. തോക്കില്ല, നെഞ്ച് വിരിഞ്ഞു നിന്നുകൊണ്ട് നേരിടുന്നവരാണ്. അതുകൊണ്ട് പിന്തിരിയില്ല, പുറത്ത് വെടികൊള്ളുകയില്ല. വെളികൊണ്ടാൽ ഈ നെഞ്ചത്തെ കൊള്ളുകൊള്ളൂ എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ധന്യമായ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം ഗുരുവാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഇന്നത്തെ ഈ ധന്യ മുഹൂർത്തത്തിന് അധ്യക്ഷത വഹിക്കുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമിയോട്, ജനറൽ സെക്രട്ടറി ശുഭാംഗാനന്ദ സ്വാമിയോട്, ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ മുൻ പ്രസിഡന്റ് ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമിയോട്, സീനിയർ സന്യാസിയായിട്ടുള്ള ഞങ്ങളുടെ സൂക്ഷ്മാനന്ദ സ്വാമികൾ, സമാദരണീയരായിട്ടുള്ള സ്വാമിജിമാരെ, ഗുരുഭക്തരെ, ഗുരുജനങ്ങളെ, ശ്രീ ആവണി ശ്രീകണ്ഠൻ അവറുകളെ, വളരെ സന്തോഷകരമായ ഒരു സമയമാണ് നമ്മളിവിടെ ഈ ഭക്തനികുഞ്ചം എന്ന് പറയുന്ന ഈ ഒരു കെട്ടിട സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം, അതല്ലെങ്കിൽ ഇത് ഭക്തജനങ്ങൾക്കായിട്ട് തുറന്ന് നൽകുന്ന ഈ ഒരു നിമിഷം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു വന്നവരുടെ അനുബന്ധമായിട്ട് തന്നെ ഞാനും ചിന്തിക്കുകയാണ്. അതായത് സാന്ദ്രാനന്ദ സ്വാമികൾ ശിവഗിരിയിൽ നിന്നും ഇവിടെ ചാർജ് എടുക്കുന്ന ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിന് ശേഷം അരുവിപ്പുറത്തും അതേപോലെ തന്നെ ശിവഗിരി ഗുരുദേവനായിട്ട് ആർജിച്ചിരിക്കുന്ന വലിയ ഒരു പ്രദേശം, ആ ഒരു പ്രദേശം തികച്ചും ശിവഗിരിയിൽ നിന്ന്, ധർമ്മസംഘത്തിൽ നിന്നും അന്യമായി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം. ആ ഒരു സ്ഥിതിവിശേഷം അത് എന്ന് മാത്രമല്ല, അത് പലതരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളുടെയും കേന്ദ്രമായി തീരുന്ന ഒരു കാലഘട്ടം. അങ്ങനെയൊക്കെയുള്ള ആ ഒരു സമയത്താണ് സാന്ദ്രാനന്ദ സ്വാമികൾ ഇവിടെ ചാർജ് എടുക്കുന്നത്. എനിക്ക് ഓർമ്മയുള്ള ചെങ്കല്ലൂർ എന്ന് പറയുന്ന സ്ഥലം, അന്ന് ചെങ്കല്ലൂരിൽ അന്ന് അവിടെ ചാർജിൽ നിൽക്കുന്നത്, അന്ന് അത് നോക്കാനായിട്ട് ഏൽപ്പിച്ച് ശിവഗിരിയിൽ നിന്ന് വന്നിരിക്കുന്നത് ഇന്നത്തെ ജനറൽ സെക്രട്ടറി ശുഭാംഗാനന്ദ സ്വാമികൾ അന്ന് ബ്രഹ്മചാരിയായിരിക്കുന്ന സമയത്താണ്. അന്ന് കുറച്ച് പോലീസുകാർ വരികയും ആ പോലീസുകാർ അവിടെ പോയി സന്ദർശിക്കാനായിട്ട് പോകുമ്പോൾ അവിടെ കാറിൽ പോലീസ് യൂണിഫോം ഇട്ട് കുറേ ആൾക്കാർ കാറിൽ അങ്ങോട്ട് പോകുന്നത് കണ്ടപ്പോഴത്തേക്കിനും എക്സൈസുകാരാണെന്ന് വിചാരിച്ചിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന കന്നാസെല്ലാം കൂടെ റോട്ടിൽ വെച്ചിട്ട് അവരിറങ്ങി ഓടുകയും പോലീസുകാർ ഈ കന്നാസെല്ലാം കൂടെ എടുത്ത് അവർ കൊണ്ടുപോവുകയും അവിടെ കാണുകയൊക്കെ ചെയ്തിരുന്ന അത്ര കണ്ട് വളരെ സങ്കീർണമായിരുന്ന ചെങ്കല്ലൂർ എന്ന് പറയുന്ന ഗുരുവിൻ്റെ ആ ഒരു സ്വത്ത്, ആ ഒരു സ്വത്തിനെ ശിവഗിരി മഠത്തിൻ്റെ അധീനതയിലേക്ക് കൊണ്ടുവരികയും ആരെയും പറഞ്ഞു വിടാതെ എല്ലാവരെയും മാന്യമായ രീതിയിൽ സെറ്റിൽ ചെയ്തുകൊണ്ട് അതിൽ ശ്രീ ആവണി ശ്രീകണ്ഠൻ അവരുകൾ നിർവഹിച്ച ആ ഒരു വലിയ ഉദാരതയെ ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ഒപ്പം തന്നെ ഇതിനു വേണ്ടി നിരന്തരമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ അതേ ശരണം എന്ന നിലയിൽ സാന്ദ്രാനന്ദ സ്വാമികൾ ചെയ്തിരുന്ന ഈ പ്രവൃത്തികൾ, എനിക്ക് ഓർമ്മയുള്ള മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുൻപ് സ്വാമികൾ ഇവിടെ ചാർജ് എടുക്കുന്ന കമ്മിറ്റികളെല്ലാം മാറ്റിവെച്ചിട്ട് സ്വാമിജി നേരിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ അന്നിവിടെ പ്രസംഗത്തിനായിട്ട് സ്വാമി എന്നെ ഇങ്ങനെ വിളിച്ചു.
വിളിച്ചത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ സമയത്ത് ചില സങ്കീർണതകൾ ഓരോ സമയത്തും ഈ പറയുന്ന ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ അരിപ്പുറത്തിനെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി മാസം കുറച്ച് സങ്കീർണതകൾ കൂടുന്ന ഒരു കാലഘട്ടമാണ്. അതൊരു സീസണാണ്. അപ്പോൾ ആ സീസണിലും എന്തൊക്കെയോ കുറേ അധികം സങ്കീർണതകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കുറേ ആൾക്കാർ അങ്ങോട്ട് എന്നെ വ്യക്തിപരമായിട്ട് വിളിച്ച്, കാരണം പേരുണ്ട്. അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അന്നത്തെ ദിവസം ഞാനാണ് അവിടെ പ്രഭാഷണത്തിനായിട്ട്, അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അങ്ങനത്തെ ഒരു സമ്മേളനത്തിനായിട്ട് ഞാനും വരുന്നു. അപ്പോൾ എന്നോടും പറഞ്ഞു, ഈ പറഞ്ഞതുമാതിരി സ്വാമിജി അങ്ങോട്ട് വരരുത്, കാരണം മറ്റൊന്നുമല്ല, സ്വാമിജി അവിടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ശിവഗിരി മഠം അങ്ങനെ അംഗീകാരം കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഗതികൾ. ഇതിങ്ങനെ നിരന്തരം ഇങ്ങനെ അരിപ്പുറത്തിനെ സംബന്ധിച്ചിടത്തോളം അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ വിധി വൈപരീത്യമാണ്. കാരണം ഗുരു ലോകത്തിൻ്റെ മുൻപിൽ തൻ്റെ ദാർശനികത അവതരിപ്പിച്ച മഹത്തായ ഒരു മണ്ണിൽ അതിന് തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാവുക എന്ന് പറയുന്നത്, ഒരു പക്ഷേ നിങ്ങൾ ഇവിടെ അരിപ്പുറത്ത് നിന്നുള്ളവർ ആരെങ്കിലും ഇവിടെ ഉണ്ട്, ഇവിടെ സ്ഥലവാസികളുണ്ട് എങ്കിൽ ഞാൻ അവരെക്കുറിച്ചല്ല പറയുന്നത്. കാരണം അവരിരുന്ന് ആലോചിക്കും, ദൈവമേ ഞങ്ങളിത് കേൾക്കേണ്ട കാര്യമുണ്ട്. കാരണം ആരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി വന്ന ഞങ്ങളോടാണ് ഇതൊക്കെ പറയുന്നത്. അല്ല, മറിച്ച് നമ്മൾ പൊതുസമൂഹത്തിനോട് തന്നെ പറയുകയാണ്. എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേക്കും പലതരത്തിലുള്ള താല്പര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ വിശുദ്ധാനന്ദ സ്വാമിജികൾ പറഞ്ഞതുമാതിരി നമ്മൾ ഗുരുവിലാണ് സമർപ്പിക്കുന്നതെങ്കിൽ നമ്മൾ ഇതിനെയൊന്നും തന്നെ ആ തരത്തിൽ പ്രാഥമികമായ രീതിയിൽ നമ്മളതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇവിടെ വരുന്ന എല്ലാ എതിർപ്പുകളെയും നേരിടുന്നതിൻ്റെ ഏറ്റവും ആണിക്കല്ലെന്ന് പറഞ്ഞ സാന്ദ്രാനന്ദ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ആ ഗുരുവിലുള്ള സമർപ്പണമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ തരുണത്തിലുള്ള ഒരു സംഗതി, ഇത്രയും വികസനവും ഇത്രയും എതിർപ്പും രണ്ടിനെയും കൂടെ ചേർത്ത് പറയുകയാണ്. ധർമ്മസംഘത്തിലും മറ്റൊരിടത്തും തന്നെ ഇത് രണ്ടും ഒരേപോലെ സംഭവിക്കുന്ന ഒരു ഒരിടം ധർമ്മസംഘത്തിന് 10-30 സ്ഥാപനങ്ങളും ആശ്രമങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലുകൾ മറ്റൊക്കെ ഉണ്ട്. പക്ഷെ ഇത് രണ്ടും കൂടെ ഒരേപോലെ, അവിടെയാണ് ഇതിൻ്റെ ഒരു വൈജാത്യം എന്ന് പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ വികസനം സംഭവിക്കുന്ന ഒരു കേന്ദ്രമാണ് അരുവിപ്പുറം എന്നതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു സൈഡ് എന്ന് പറയുന്നത് മറ്റെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള കൊച്ചു എപ്പോഴും ന്യൂസൻസ് ഉണ്ടാക്കുന്ന, എപ്പോഴും എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള തലവേദനകൾ ഉണ്ടാക്കുന്ന ആ പ്രക്രിയയും മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നു. ഒരുപക്ഷെ ഇത് ഈ നെഗറ്റീവ് സൈഡ് ആയിരിക്കാം സാന്ദ്രാനന്ദ സ്വാമിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ തന്നെയും ഒരു സമയം ഞാൻ ആലോചിക്കുകയാണ്, ഈ പറയുന്ന ന്യൂസൻസുകളൊന്നും ഇല്ലാതിരുന്നു എങ്കിൽ ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് എത്ര കണ്ട് വലിയ ആത്മവിശ്വാസം കുറവെന്നല്ല പറഞ്ഞത്, എങ്കിൽ തന്നെയും കൂടുതൽ ചെയ്യുവാനുള്ള ഒരു പ്രചോദനം ലഭിക്കുമായിരുന്നു. ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുമായിരുന്നു, ചെയ്യാൻ സാധിക്കുമായിരുന്നു. അരുവിപ്പുറം നമ്മുടെ എല്ലാം ഏറ്റവും വലിയൊരു അഭിമാനത്തിൻ്റെ അതേ അളവിലുള്ള വലിയ സൗധങ്ങളും അതേപോലെ സന്നാഹങ്ങളും ഇവിടെ ഉണ്ടാകുമായിരുന്നു. അതിനെയൊക്കെ കുറച്ചൊക്കെ ഈ പറഞ്ഞതുപോലെ മനുഷ്യനല്ലേ, കുറേ ആരോപണങ്ങൾ വരുമ്പോൾ, പത്രങ്ങളിൽ വരുമ്പോൾ, മാധ്യമങ്ങളിൽ വരുമ്പോൾ, അല്ലെ വാട്സാപ്പുകളിൽ വരുമ്പോൾ വലിയ വിറകൊക്കെ വെട്ടിയിട്ടിരിക്കുന്നിടത്ത് കയറി നിന്നുണ്ട് ഇതിങ്ങനെ കാണിക്കുന്നു അങ്ങനെ കാണിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യൻ്റെ മനസ്സ് കുറച്ചൊന്ന് താഴോട്ടൊക്കെ അല്ലെങ്കിൽ അല്പം ഒന്ന് നെഗറ്റീവ് ആകും. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സ്ലോ ആകും. അങ്ങനെ ആകാതിരുന്നു എങ്കിൽ ഇതിനേക്കാളും വലിയ അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കുമായിരുന്നു. ഇതൊരു താക്കീതാണ്, അല്ലെങ്കിൽ ഇതൊരു ഉപദേശമാണ്, ഇതല്ലെങ്കിൽ ഇതൊരു അപേക്ഷയാണ്. എന്തായാലും ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള പെരുമാറ്റങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുക. നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ചെയ്യണ്ട, മറിച്ച് അത് ചെയ്യുന്നവരെ അതിനുവേണ്ടി അനുവദിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്രകാരമുള്ള ആളുകളോടുള്ള ഒരു വിനീതമായ അപേക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ഇതിന് ഇങ്ങനെ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഗുരുദേവനോടുള്ള നന്ദിയും കടപ്പാടും നിങ്ങളെല്ലാവരും ഇങ്ങനെ വന്ന് കാണുന്നതിലുണ്ടാവുന്ന സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സച്ചിദാനന്ദ സ്വാമി അവർകൾ, മുൻ പ്രസിഡന്റ് സുഷ്മാനന്ദ സ്വാമി അവർകൾ, നമ്മുടെ ജനറൽ സെക്രട്ടറി ശിവാനന്ദ സ്വാമി അവർകൾ, ട്രഷറർ ശാരദാനന്ദ സ്വാമി അവർകൾ, അതേപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ സാന്ദ്രാനന്ദ സ്വാമി അവർകൾ, മറ്റ് സന്യാസി ശ്രേഷ്ഠന്മാരെ, ശ്രീനാരായണീയരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയിട്ട് 136 വർഷങ്ങൾ കഴിഞ്ഞു. ഇത്രയും ഒരുപാട് അകലങ്ങളിൽ നിന്നെത്തുന്ന ഗുരുദേവ വിശ്വാസികൾക്ക് ഒന്ന് തല ചായ്ക്കാനുള്ള ഒരിടം ഇന്ന് വരെ നമുക്ക് ഇവിടെ കാണിച്ചു കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല. വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്ത് ക്ഷീണിതരായി വരുന്ന ഭക്തജനങ്ങൾക്ക് വിശ്രമിക്കുവാനോ ഒന്ന് തല ചായ്ക്കാനോ ഒരിടമില്ലാതെ
വളരെ കിട്ടുന്ന സ്ഥലങ്ങളിൽ അവർ തലചായ്ക്കുന്ന ഒരവസ്ഥ കണ്ടപ്പോൾ വളരെ വേദനാജനകമായ വിധത്തിലാണ് കണ്ടിരുന്നത്. അതിനവസരം കിട്ടിയത് ഗുരു നൽകിയ സമയത്താണ്. കാരണം ഗുരു നമ്മുടെ മുമ്പേ നിൽക്കുമ്പോൾ ഒന്നിനും ഒരു തടസ്സമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ഗുരുവിശ്വാസിയാണ് ഞാൻ. ഏത് മേഖലയിൽ നമ്മൾ കൈവച്ചാലും അതിനപ്പോഴ് തന്നെ അതിനുള്ള അവസരം തരുന്ന ഒരു മഹാഗുരുവാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവ തൃപാദൻ. കാരണം കൊടുതൂക്കി മലയിൽ നമ്മൾ ക്ഷേത്രം പണിതതിന് ശേഷം ഗുഹയിലേക്ക് ഇറങ്ങുന്ന ഒരു വഴിയുണ്ട്. നമുക്കൊന്ന് അതിനകത്ത് ഇറങ്ങണമെങ്കിൽ മണ്ണിൽ പിടിച്ചു മാത്രമേ നമുക്കതിനകത്ത് ആ ഗുഹയ്ക്കകരെ വഴി അടുത്തെത്താൻ കഴിയുള്ളൂ. തിരിച്ചു കയറണമെങ്കിലും ആ വിധത്തിൽ വടത്തി തൂങ്ങുന്നത് പോലെ മണ്ണിൽ പിടിച്ചു മാത്രമേ നമുക്ക് കയറുവാൻ കഴിയുകയുള്ളൂവായിരുന്നു. അങ്ങനെ ഗുരുവിശ്വാസികൾ അനുഭവിക്കുന്ന കഷ്ടതയും യാതനയും കണ്ട് ഞാനൊരു ദിവസം സ്വാമിയോട് ഈ ഗുഹ ഇറങ്ങുന്ന കവാടം പടി ഒന്ന് നമുക്ക് കെട്ടണമെന്ന് പറഞ്ഞപ്പോൾ അതിന് മുന്നോടിയായി തന്നെ ശിവഗിരി മഠത്തിലെ എഞ്ചിനീയർമാർ പലരും വരികയും ആ പടിക്ക് രൂപകൽപ്പന ചെയ്തു തരികയും ചെയ്തു. പക്ഷെ അവരന്ന് പറഞ്ഞത് ഇവിടെ നിന്ന് കെട്ടി അങ്ങ് പോകണം, അവിടെ നിന്ന് ഇങ്ങ് പോകണം, അവിടെ നിന്ന് തിരിച്ചു വന്നാൽ മാത്രമേ ആ പടി പൂർണ്ണമാകാൻ കഴിയൂ എന്നുള്ള വിധത്തിലാണ് അവിടെ നമുക്ക് നൽകിയ നിർദ്ദേശം. പക്ഷേ ഗുരു നമ്മുടെ മുമ്പ് നിന്നതുകൊണ്ട് നമ്മൾ ഒന്നും നോക്കിയില്ല. എൻ്റെ പണിക്കാരടുത്ത് ഞാൻ പറഞ്ഞത് താഴെ നിന്ന് പടി കെട്ടി വരിക, എവിടെയെങ്കിലും എന്തെങ്കിലും വ്യത്യാസം വരുന്നു എങ്കിൽ മാത്രം നമുക്കതിൽ രൂപമാറ്റം വരുത്തിയാൽ മതിയെന്ന്. പക്ഷേ ഒരേ പടി കെട്ടുന്നതിനും അവരുടെ തോളിൽ കല്ല് ചുമന്നുകൊണ്ട് വേണം താഴെ ഇറങ്ങാൻ. ഒരാളിന് ഒറ്റയ്ക്ക് കയറാനോ ഇറങ്ങാനോ പറ്റാത്ത അവസ്ഥയിൽ തോളിൽ കല്ലും കൊണ്ടിറങ്ങിയ ഒരു മനുഷ്യന് പോലും ഒരു പോറൽ പോലും സംഭവിക്കാതെ നമ്മൾ വിചാരിച്ചതുപോലെ അത്രയും ഭംഗിയായി ആ പടി കെട്ടി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞത് മുതലാണ് എനിക്ക് ഗുരുവിനോട് ഇത്രയും അകമഴിഞ്ഞ ആകാംക്ഷ എൻ്റെ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. എന്ത് പ്രവൃത്തി ചെയ്താലും ഗുരു എൻ്റെ കൂട്ടത്തിലുണ്ട്. അതിന് ഒരു തടസ്സവും എനിക്ക് ഇന്ന് വരെ വരുന്നില്ല. ഏത് കാര്യത്തിൽ തൊട്ടാലും, ഒരു കാര്യത്തിനെന്നല്ല, ഏത് കാര്യത്തിൽ നമ്മുടെ ധർമ്മസംഘത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനത്തിൽ തൊട്ടാലും അതിന് എനിക്ക് ഒരു തടസ്സവും ഇന്ന് വരെ വന്നിട്ടില്ല. കാരണം ഞാനിത് സൂചിപ്പിക്കുവാൻ കാര്യം, നമ്മുടെ ചെങ്കല്ലൂർ മഠത്തിൽ തന്നെ നമ്മുടെ നേരത്തെ സ്വാമിമാർ പറഞ്ഞതുപോലെ അവിടെ പോയാൽ ഒന്ന് കാല് ചവിട്ടാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇന്ന് 85% സ്ഥലവും നമ്മുടെ മഠത്തിൻ്റെ കീഴിലായി. അവിടെ ഞാൻ സ്വാമിയോട് അന്നും ഒരു വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ, ആ മഠത്തിൽ താമസിക്കുന്ന ആരെയും വേദനിപ്പിച്ച് നമ്മൾ ഇറക്കി വിടരുത്. പക്ഷെ അവരെ എല്ലാവർക്കും സ്ഥലവും വാങ്ങി വീടും വെച്ച് കൊടുത്താണ് അവരെ അവിടെ നിന്നെല്ലാം മാറ്റിയത്. ഇനി 3-4 വീട്ടുകാർ മാത്രമേ അതിനകത്തുള്ളൂ. പക്ഷേ അതെല്ലാം നമുക്ക് മഠത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുവാൻ ഗുരുവിൻ്റെ അനുഗ്രഹം നല്ലതുപോലെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ വരുന്ന ഭക്തന്മാർക്ക് ഇനിയും അന്തി ഉറങ്ങാനുള്ള കെട്ടിടങ്ങൾ ആവശ്യമാണ്. ലക്ഷോപലക്ഷം ഭക്തരാണ് ഇവിടെ വരുന്നത്. അവർക്കൊന്ന് തലചായ്ക്കാനുള്ള ഒരിടം ഇനിയും നമുക്കുണ്ടാക്കേണ്ടിയിരിക്കുന്നു. അതിന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നവരും ധർമ്മസംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും പ്രസിഡൻറ്റുമൊക്കെ അതിനുള്ള സൗകര്യങ്ങൾ കൂടി നമുക്ക് നൽകണമെന്ന് വിനീതമായ ഒരു അഭ്യർത്ഥനയുണ്ട്. കാരണം ഈ കെട്ടിടത്തിൻ്റെ പാലുകാച്ച അല്ലെങ്കിൽ നമ്മൾ നടത്തിയിരുന്നത് ഇപ്പോഴാണ്. പക്ഷേ ഈ വർഷത്തെ തീർത്ഥാടനത്തിന് 15 ദിവസത്തേക്ക് മുമ്പ് നമ്മൾ ഫാൻ ഫിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആരും അറിയാതെ തന്നെ ഇവിടെ പാവിരിച്ച് ഭക്തരായ ആളുകൾ വന്ന് കിടന്നുറങ്ങുകയാണ് ചെയ്തത്. അത്രയും നല്ല ഒരു മഹത്തായ സംരംഭമാണ് നമുക്കിവിടെ ചെയ്യാൻ കഴിഞ്ഞത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹത്തോടെ നമുക്ക് വീണ്ടും ഇതേപോലെയുള്ള അതിഥി മന്ദിരങ്ങൾ നമ്മുടെ ഇവിടെ മഠത്തിലുണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുരുധർമ്മം ചെയ്യട്ടെ.